Jesus, hallelujah. Thank you, Lord. Praise you, Lord. Praise you, Jesus, hallelujah, hallelujah. Thank you, Lord. Praise you, Lord. Praise you, സുഖപ്പെടുത്തും. ഹൃദയം വേദനയുള്ള ആരോ സുഖപ്പെടുത്തുന്നു. Hallelujah. Praise you, Lord. Thank you, Lord. Praise you, Jesus. Hallelujah. 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 Thank you, Lord. Praise you, Lord. Praise you, Jesus. Hallelujah. 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 ആമേൻ. ഒരു നിമിഷം നമ്മളിൽ വസിക്കുന്ന പരിശുദ്ധ രാജകീയ ത്രിത്വിക ദൈവത്തെ നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. 2000 കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2628 ഖണ്ഡികയാണ്. 2628 ഖണ്ഡിക. അപ്പോൾ ഈ ഭാഗം ക്രൈസ്തവ പ്രാർത്ഥനയുടെ അല്ലേ ആ ഭാഗത്തെക്കുറിച്ചാണ്. ആ ഭാഗത്തിലാണ് നമ്മളിപ്പോൾ. അപ്പം അതിൽ 2628 ഖണ്ഡിക വായിക്കട്ടെ. കേൾക്കാലോ അല്ലേ പറയണേ. സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ താൻ ഒരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന. മനസ്സിലായോ? അപ്പോൾ ആരാധന എന്ന് നമ്മൾ ഒരുപാട് ഇങ്ങനെ പറയാറുണ്ട് അല്ലേ. ആരാധിക്കാൻ പോണു, ആരാധിക്കാൻ പോയി. ആരാധന നമ്മൾ ഒരുപാട് ഇങ്ങനെ ആ വാക്ക് പറയാറുള്ളതും കേട്ടിട്ടുള്ളതൊക്കെയാണ്. ആരാധനയുടെ നിർവചനം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും പെട്ടെന്ന്? ആരാധനയുടെ നിർവചനം മനസ്സിലായോ? അപ്പോൾ ആരാധനയുടെ നിർവചനത്തെക്കുറിച്ച് ചില വ്യാഖ്യാനങ്ങൾ ഈ ഖണ്ഡികയിലും അതിൻ്റെ സൈഡ് ഖണ്ഡികയിലും എല്ലാം ഒരു 6-7 കാര്യങ്ങൾ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ നിർവചനം എന്താണ്? സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ താനൊരു സൃഷ്ടിയാണെന്ന് കണ്ടോ, താനൊരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന. കണ്ടോ? അപ്പോൾ ഇതിനെന്ത് വേണം? ആദ്യം ഇതിൻ്റെ കാതലായ ഘടകം എന്താണ്? സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ താനൊരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ മനോഭാവം, പ്രാഥമിക മനോഭാവം. അപ്പം അങ്ങനെ
സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ താനൊരു സൃഷ്ടിയാണെന്നുള്ള ആ മനോഭാവം നമുക്ക് ലഭിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ കാതലായ ഘടകം? അതിനാദ്യമേ തന്നെ വേണ്ടത് എളിമയും വിനയവുമാണ്, അല്ലേ? എളിമയും വിനയവുമാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി പറയാനാണ് കേട്ടോ. ഏറെക്കുറെ അത് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അതായത് സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ താനൊരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ ഈ മനോഭാവം, ആ മനോഭാവം നമുക്ക് കിട്ടണമെങ്കിലേ ആ വ്യക്തി അത് ഏത് പദവിയിൽ ഇരിക്കുന്ന ആളായിക്കോട്ടെ, ഏത് തലത്തിൽ ജീവിക്കുന്ന ആളുമായിക്കോട്ടെ, ഏത് ജീവിതാവസ്ഥയിൽ നിൽക്കുന്ന ആളുമായിക്കോട്ടെ, ആ വ്യക്തി ഒരുപക്ഷെ ജീവിതത്തിൽ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരും. മനസ്സിലായോ ഞാൻ പറഞ്ഞ പോയിന്റ്? ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വന്നേക്കാം ഒരുപക്ഷെ. എന്തിനു വേണ്ടി? സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ താനൊരു സൃഷ്ടിയാണ് എന്ന് അംഗീകരിക്കുന്ന ആ മനോഭാവത്തിന് വേണ്ടി. അപ്പം അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞു വെക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ പ്രയാസമുള്ള കാര്യമാണ്. അതെൻ്റെ ജീവിതവുമായിട്ടാണ് ഞാൻ ബന്ധപ്പെടുത്തി ഞാനത് പറയണത്, മനസ്സിലാവുന്നുണ്ട്? അതായത് ഞാനൊരു സൃഷ്ടിയാണ് എന്ന് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുൻപ് അതിൻ്റെ പൂർണ്ണ അവബോധത്തിലേക്ക് ഞാൻ എത്തിയത് 10 വർഷങ്ങൾക്ക് മുൻപാണ്. ഞാനൊരു സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനൊരു സൃഷ്ടിയാണെന്നുള്ള ആ പൂർണ്ണമായ, നമുക്കറിയാം നമ്മൾ സൃഷ്ടിയാണെന്നൊക്കെ, പക്ഷെ അതിൻ്റെ പൂർണ്ണമായ ഒരവബോധം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൽ അത് രജിസ്റ്റർ ആവുക, അല്ലെങ്കിൽ അതിനെ അല്ലേ, അത് നമ്മുടെ ആ ഉള്ളിലങ്ങാട് ഗ്രഹിക്കാൻ പറ്റുന്ന ഒരവസ്ഥ 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിരിക്കണ വീട് അന്ന് പണിതിട്ടില്ല. അപ്പോൾ പഴയ വീടിൻ്റെ സൈഡിൽ ഇത്തിരി വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കുറച്ച് ഇപ്പം ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ കച്ചറ എന്ന് പറയും. അതായത് പഴയ വീടുകൾ പൊളിച്ചിട്ട് കിട്ടുന്ന മതിൽ ഭിത്തികൾ, അതിൻ്റെ കല്ല് കട്ടയൊക്കെ ഉണ്ടല്ലോ, അതിനാണ് ഈ കച്ചറ എന്ന് പറയുന്നത്. പെട്ടെന്ന് കച്ചറ എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ രീതി ചിന്തിക്കുക. അപ്പോൾ അതിനെയാണ് കച്ചറ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ വെള്ളക്കെട്ട് ഒക്കെ കിടക്കുന്ന അവിടെ ഇങ്ങനെ നികത്താനായിട്ട് ഉപയോഗിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ ഞാൻ അങ്ങനെ കുറച്ച് അവിടെ നികത്തി ഇട്ടേച്ചു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈ 10 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സൃഷ്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷേ അതിൻ്റെ ഒരു യഥാർത്ഥ അനുഭവത്തിലേക്ക് ഞാൻ വന്നപ്പോൾ ഞാൻ ബൈബിളും വായിച്ച് എൻ്റെ സിറ്റ് ഔട്ടിൽ തന്നെ, എൻ്റെ വീട്ടിലെ സിറ്റ് ഔട്ടിൽ ഇരിക്കണമായിരുന്നു. ആ ബൈബിള് ഞാൻ എടുത്തുകൊണ്ട് പോയിട്ട് അപ്പുറത്ത് ഈ പറഞ്ഞ സ്ഥലത്ത്, ഈ നികത്തി എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഇരുട്ടാണ്, അവിടെ ഭയങ്കര ഇരുട്ടാണ്. അപ്പോൾ ഞാൻ ആ ബൈബിളും കൊണ്ട് പോയിട്ട് ഞാനിങ്ങനെ മുണ്ട് മാത്രം ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പം ഞാൻ ആ കല്ലും കട്ടയുമൊക്കെയുള്ള ആ സ്ഥലത്ത് ഞാൻ മുണ്ട് മടക്കി കുത്തിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അവിടെ മുട്ടുകുത്തി. ഇപ്പം ഇതാരും കാണരുതല്ലോ, മനസ്സിലായി? സിറ്റ് ഔട്ടിൽ എന്ന് വെച്ചാൽ ട്യൂബ് ലൈറ്റിൻ്റെ വെട്ടമുണ്ട്. അപ്പം അങ്ങനെ മുട്ടുകുത്തിയിട്ട് ഞാൻ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവ്, എൻ്റെ ജീവനും ജീവിതവും, എൻ്റെ ഈ ജീവനും ജീവിതം. ഇപ്പം ആകാശത്തേക്ക് നോക്കിയെന്ന് പറയുമ്പോൾ ദൈവം അവിടെയാണ് ഇരിക്കണത് എന്നതിനർത്ഥമില്ല കേട്ടോ. ഞാനതൊരു പ്രതീകമായിട്ട് ഞാനങ്ങനെ നോക്കുകയാണ്, മനസ്സിലായോ? അപ്പം ഞാനങ്ങനെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് എൻ്റെ ജീവനും ജീവിതവും, എൻ്റെ ജീവനും ജീവിതവും, എൻ്റെ ഓരോ സെക്കൻഡും, എൻ്റെ ഓരോ മിനിറ്റും, എൻ്റെ ഓരോ മണിക്കൂറും, എൻ്റെ ഓരോ ആഴ്ചയും, എൻ്റെ ഓരോ മാസവും, എൻ്റെ ഓരോ വർഷവും ഞാൻ നിനക്കായി സമർപ്പിക്കുന്നു എന്ന് ഞാനങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായോ? അപ്പോൾ അതിന്ന് ആലോചിക്കുമ്പോൾ ശരിക്ക് ഞാനതിനു മുൻപും ഒരുപാട് മുട്ടുകുത്തിയിട്ടുണ്ട്, അല്ലേ? സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഇപ്പം നമ്മൾ ദൈവാലയത്തിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ നമ്മൾ മുട്ടുകുത്തും. എന്തിനാണത്? അതാണ് ഈ പറഞ്ഞത്, സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനൊരു സൃഷ്ടിയാണെന്നുള്ള ഒരു അവബോധം എൻ്റെ ഉള്ളിൽ വരികയാണ്. അപ്പം അങ്ങനെ ഞാൻ ഒരുപാട് മുട്ടുകുത്തിയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പൂർണ്ണമായൊരു
ആ അവബോധത്തിലേക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഈ പറഞ്ഞ അനുഭവമില്ലേ, ആ അനുഭവത്തിൽ നിന്ന് ഞാൻ മുട്ടുകുത്തുന്ന ആ അനുഭവം മറ്റെപ്പോഴും എനിക്ക് കിട്ടിയില്ല. മനസ്സിലാവുന്നുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് അനുഭവപ്പെട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായോ? ഇത് ഞാൻ വീണ്ടും പറയാം, ഇത് വാക്കുകൾ കൊണ്ട് എനിക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ എൻ്റെ അനുഭവ അവസ്ഥയെന്ന് പറയണത് ഒരവസ്ഥയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സൃഷ്ടാവായ ദൈവത്തിൻ്റെ, അപ്പം എന്ത് വേണം അതിന്? അതിൻ്റെ കാതലായ ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എളിമയും വിനയവും. അതാണ് കാതലായ ഭാഗം. സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാനൊരു സൃഷ്ടിയാണെന്നുള്ള അത് അംഗീകരിക്കാൻ സാധിക്കുന്ന മനസ്സ്, അതാണ് എളിമ, വിനയം. അപ്പം അതിനെയാണ് ആരാധനയെന്ന് സഭ പഠിപ്പിക്കുന്നത്. കണ്ടോ നിർവചനം? കണ്ടോ ആരാധന എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്, നിർവചനം എന്താണ്? സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ താനൊരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന. അപ്പോൾ ഒരു നിർവചനം കിട്ടിയില്ലേ? ഒരു നിർവചനം നിങ്ങൾ അങ്ങനെ എഴുതി വെച്ചോ, 1 എന്ന് പറഞ്ഞ് എഴുതി വെച്ചോ കേട്ടോ. അങ്ങനെ ഒരു 6-7ഓളം നിർവചനങ്ങൾ ഇങ്ങനെ വരും. മനസ്സിലായോ? അപ്പോൾ ഈ ഗണ്ണിക മാത്രമല്ല, ഇതിൻ്റെ സൈഡ് ഗണ്ണികയും കൂടി പോയി കഴിയുമ്പോഴാണ് ആ മൊത്തം 7ഓളം വ്യാഖ്യാനങ്ങൾ, ആരാധനയെക്കുറിച്ചുള്ള 7ഓളം വ്യാഖ്യാനങ്ങൾ നമുക്ക് ലഭിക്കുക. അപ്പോൾ ഞാനൊന്നും കൂടി വായിക്കണതാണ്. ഇതിപ്പോൾ പല പ്രാവശ്യവും ഞാനിത് ആദ്യമേ തുടങ്ങിയപ്പോൾ തന്നെ ഈ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഇങ്ങനെ വായിച്ചു. അതായിരിക്കും ബോറടി തോന്നരുത്, കാരണം അതങ്ങനത്തെ ഒരു വാക്കാണ്, ആ സെൻറ്റൻസാണ്. മനസ്സിലാവണ്ടോ? അപ്പോൾ അതുകൊണ്ട് അത് ബോറടി തോന്നരുതേ കേട്ടോ. സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ താനൊരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവം, ആദ്യത്തെ മനോഭാവമാണ് ആരാധന. നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മഹത്വത്തെയും തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെയും അത് പ്രകീർത്തിക്കുന്നു. കണ്ടോ? അത് വർണ്ണിക്കുന്നു. എന്ത്? ഈ ആരാധന. അപ്പോൾ ആ രണ്ടാമത്തെ വാക്ക്, അതായത് നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മഹത്വത്തെയും, ഇനി വായിക്കാൻ പോണതാണ്, തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെയും അത് പ്രകീർത്തിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ആ വാക്കുകൾ വായിച്ചപ്പോഴേ ഞാൻ വീണ്ടും ഈ 10 വർഷങ്ങൾക്ക് മുൻപുള്ള എൻ്റെ ജീവിതം ഞാൻ ഓർക്കണമായിരുന്നു. തിന്മയിൽ നിന്ന് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെയും അത് പ്രകീർത്തിക്കുന്നു. എന്ത് പ്രകീർത്തിക്കുന്നു? ഈ ആരാധന. ഈ ആരാധന എന്നെല്ലാം പറയുന്നതിൻ്റെ അർത്ഥം ആണ്. മനസ്സിലായോ? അപ്പം തിന്മ, അതായത് എൻ്റെ 10 വർഷങ്ങൾക്ക് മുൻപുള്ള ആ എൻ്റെ അവസ്ഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നിൻ്റെയും മദ്യപാനത്തിൻ്റെയും ആ 2 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എന്നെ ചുഴറ്റി ഇങ്ങനെ അതെങ്ങനെയൊക്കെ നോക്കിയിട്ടും എൻ്റെ ജീവിതത്തിൽ അത് മാറണ്ടായില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അങ്ങനെ ഇരിക്കുകയാണ് കഴിഞ്ഞ 10 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്രിസ്മസ് കാലഘട്ടത്തിൽ എൻ്റെ വീട്ടിൽ സിറ്റ് ഔട്ടിലിരിക്കുമ്പോൾ ഞാൻ സൂയിസൈഡ് അതായത് അതിന് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതിലോട്ട് ഞാൻ പോണില്ല. അപ്പോൾ അതിൻ്റെ എൻഡാണ്, അതിൻ്റെ ഒരു അവസാന നിമിഷമാണ്. അപ്പം ഞാൻ സൂയിസൈഡ്, അതായത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. ഇനി എന്തിനാ ഇങ്ങനെ ജീവിക്കണം? ആർക്കും വേണ്ട. മനസ്സിലായി? എന്നെ ആർക്കും വേണ്ട, എനിക്ക് ആരുമില്ല. മനസ്സിലായോ? എന്നെ ആർക്കും വേണ്ട, എനിക്ക് ആരുമില്ല. മനസ്സിലായോ? പിന്നെ എന്തിനാണ് നമ്മൾ ജീവിക്കണം? മറ്റുള്ളവരെയും ഒരു വിഷമിപ്പിച്ചും വെറുപ്പിച്ചും ഒക്കെയുള്ളൊരു ജീവിതമാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഇനി ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്താണ് കർത്താവ് എന്നോട് സ്വരമായിട്ട് എന്നോട് സംസാരിക്കുകയാണ്. സ്വരമായിട്ട്. മനസ്സിലായോ? അപ്പം കർത്താവ് എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? ആദ്യമേ എന്തായിരുന്നു പറഞ്ഞത്? അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, എന്താണ്? കർത്താവ്, ഞാൻ മരിക്കാൻ പോണേണ്. അപ്പോൾ എന്നോട് ഈശോ പറയാണ്, അല്ലെങ്കിൽ ഒരു സ്വരം ഞാനിങ്ങനെ കേൾക്കാണ്, നീ മരണത്തിൽ ചെന്ന് അവസാനിക്കാനുള്ളതല്ല നിൻ്റെ ജീവിതം എന്ന്. മരണത്തിൽ ചെന്ന് അവസാനിക്കാനുള്ളതല്ല നിൻ്റെ ജീവിതം.
എന്നിട്ട് പിന്നീട് അടുത്ത സ്വരം വീണ്ടും ആ സ്വരം അടുത്ത വാക്ക് പറയാണ്, യേശു ക്രിസ്തുവിൽ നിനക്കൊരു ജീവിതമുണ്ട്, നീ അവിടേക്ക് പോകാൻ. മനസ്സിലായോ? യേശു ക്രിസ്തുവിൽ നിനക്കൊരു ജീവിതം ഉണ്ട്, നീ അവിടേക്ക് പോകാൻ. എൻ്റെ അടുത്ത് ഈ ഒരു 3-4 കാര്യം, ഞാനിതിൽ കുറച്ച് കാര്യങ്ങൾ വേറെയൊക്കെ ഉണ്ട്, അപ്പം അതൊന്നും ഞാൻ പറയാതെ ഞാനിപ്പോൾ ഈ ഒരു 2 വാക്ക് മാത്രം. ആ തിന്മ, അതായത് എൻ്റെ ആ ലഹരി പദാർത്ഥത്തിൽ നിന്നുള്ള ആ എൻ്റെ മോചനം ഉണ്ടല്ലോ, തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെയും. അപ്പം ഞാൻ കഴിഞ്ഞ ഈ 10 വർഷങ്ങളായ മുമ്പ് ഞാൻ മുട്ടുകുത്തുന്നത് ഈ ഒരു മനോഭാവത്തോടും കൂടിയാണ്. എന്ത് മനോഭാവമാണ്? തിന്മയിൽ നിന്ന് എനിക്ക് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെ. അത് ഞാൻ എൻ്റെ ഇത് ചേർത്ത് വായിച്ചതാണ്. നമുക്ക് എന്നാണ്, തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന. അപ്പം ഞാൻ ഓരോ പ്രാവശ്യവും കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുമ്പോൾ, ആരാധനയ്ക്കായിട്ട് മുട്ടുകുത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? തിന്മയിൽ നിന്ന് മോചനം നൽകുന്ന, നമുക്ക് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെയും അത് പ്രകീർത്തിക്കുന്നു എന്നുള്ളത്. അപ്പം അതിൻ്റെ ഇടയിൽ ഒരു വചനമുണ്ട്. അതെന്താണ് ആ വചനം? സങ്കീർത്തനം 95-ാമത്തെ സങ്കീർത്തനമാണ്. 95-ാമത്തെ സങ്കീർത്തനത്തിൽ എന്തെന്നാണത്? അതൊന്ന് വായിക്കട്ടെ കേട്ടോ. 95-ാം സങ്കീർത്തനം 1 മുതൽ 95-ാം സങ്കീർത്തനം 1 മുതൽ 6 വരെയുള്ള വചനങ്ങൾ വായിക്കട്ടെ. കർത്താവിനെ സ്തുതിക്കാം എന്നാണ് അതിൻ്റെ ആ സങ്കീർത്തനത്തിൻ്റെ ഹെഡ്ലൈൻ. വരുവിൻ നമുക്ക് കർത്താവിന് സ്തോത്രമാലപിക്കാം, നമ്മുടെ ശിലയെ സന്തോഷപൂർവ്വം പാടിപ്പുകഴ്ത്താം. കൃതജ്ഞതാ സ്തോത്രത്തോടെ അവിടുത്തെ സന്നിധിയിൽ ചെല്ലാം, ആനന്ദത്തോടെ സ്തുതിഗീതങ്ങൾ ആലപിക്കാം. എന്നാൽ കർത്താവ് ഉന്നതനായ ദൈവമാണ്, എല്ലാ ദേവന്മാർക്കും അധിപനായ രാജാവാണ്. ഭൂമിയുടെ അഗാധതലങ്ങൾ അവിടുത്തെ കയ്യിലാണ്, പർവ്വത ശൃംഗങ്ങളും അവിടുത്തേതാണ്. സമുദ്രം അവിടുത്തേതാണ്, അവിടുന്നാണ് അത് നിർമ്മിച്ചത്. ഉണങ്ങിയ കരയെയും അവിടുന്നാണ് മെനഞ്ഞെടുത്തത്. വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്താം. അതാണ് മെയിനായിട്ടുള്ള വചനം. 1 മുതൽ 6 വരെയുള്ള വചനങ്ങളാണ് ഇവിടെ കൊടുത്തേക്കണമെങ്കിലും 6-ാമത്തെ വചനമാണ് എന്തെന്ന്? വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മുൻപിൽ മുട്ടുകുത്താം. അപ്പോൾ ഈ മുട്ടുകുത്തലി ഒക്കെ നമ്മൾ വെറുതെ അങ്ങാട് നമുക്ക് എത്രത്തോളം അതിൻ്റെ അപൂർണത ലാണ് നമ്മൾ മുട്ടുകുത്തണേ എന്നുള്ളതൊക്കെ നമുക്കറിയില്ല അല്ലേ? അപ്പോൾ കണ്ടോ, എന്താണ്? നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മഹത്വത്തെയും തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെയും അത് പ്രകീർത്തിക്കുന്നു. എന്നിട്ട് അടുത്ത സെന്റൻസാണ്, മഹത്വത്തിൻ്റെ രാജാവിന്. 100-ാമത്തെ ഒരു അത് എഴുതിയിരിക്കുന്ന ഏത് വചന? അതും സങ്കീർത്തനം തന്നെയാണ്. 24-ാം സങ്കീർത്തനം 24-ാം സങ്കീർത്തനം 9 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. അപ്പം മഹത്വത്തിൻ്റെ രാജാവ് എഴുന്നള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സങ്കീർത്തനത്തിൻ്റെ തലക്കെട്ട് തന്നെ. അപ്പം എന്നിട്ട് 9-ഉം 10-ഉം 24-ാമത്തെ സങ്കീർത്തനം 9-ഉം 10-ഉം വചനങ്ങളാണ്. അപ്പം ഞാനത് വായിക്കട്ടെ. കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ, അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. ഇത് എപ്പോഴാണ് ഇതൊക്കെ ദൈവാലയത്തിൽ ഇതൊക്കെ പറയണേന്നുള്ളത് അല്ലേ? ഏത് ആരാധന വത്സര കാലത്താണ് ഇത് പറയണതെന്നൊക്കെ ഉള്ളത് നമുക്കറിയാം അല്ലേ? എപ്പോഴാണ് പറയണേ അല്ലേ? വലിയ തിരുനാളുകളുടെ തിരുനാൾ. അതേത് തിരുനാളാണ് അല്ലേ? ജെറുസലേം അല്ലേ? ഈശോ കഴുതപ്പുറത്ത് രാജകീയ പ്രവേശനം നടത്തിയ അതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ടാണ്
ദൈവാലയത്തിലേക്ക് നമ്മൾ ആ കുരുത്തോല അല്ലേ, ഓർമ്മ ഇല്ലേ? ശരിയല്ലേ? അപ്പോൾ അതാണ്. അപ്പോൾ മഹത്വത്തിൻ്റെ രാജാവിന്, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, മഹത്വത്തിൻ്റെ രാജാവിന് ആത്മാവ് അർപ്പിക്കുന്ന ആദരവാണ് ആരാധന. കണ്ടോ? മഹത്വത്തിൻ്റെ രാജാവിന് ആത്മാവ് അർപ്പിക്കുന്ന ആദരവാണ് ആരാധന. ഇത് രണ്ടാമത്തെ നിർവചനം കേട്ടോ, ശ്രദ്ധിക്കണേ. രണ്ടാമത്തെ നിർവചനം എന്താണ്? മഹത്വത്തിൻ്റെ രാജാവിന് ആത്മാവ് അർപ്പിക്കുന്ന ആദരവ്, അതാണ് ആരാധന. രണ്ടാമത്തെ നിർവചനം ഇല്ലേ? ശ്രദ്ധിച്ചോ നിങ്ങൾ? അപ്പോൾ അത് അങ്ങനെ എഴുതിക്കോ. രണ്ടാമത്തെ നിർവചനം എന്താ? ആരാധനയുടെ രണ്ടാമത്തെ നിർവചനം ആത്മാവ് അർപ്പിക്കുന്ന ആദരവ്. അപ്പം ഈ അർത്ഥത്തിലാണ് പരിശുദ്ധ കന്യകാമറിയം മാഗ്നിഫിക്കാത്ത് അല്ലേ, സ്തോത്രഗീതം ആലപിക്കുന്നത്. എന്തെന്നാണ് ആ സ്തോത്രഗീതം? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. എൻ്റെ ആത്മാവ് കർത്താവിനെ, കണ്ടോ? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ളത്. അങ്ങനെയാണ് മാതാവിൻ്റെ ആ സ്തോത്രഗീതം ആരംഭിക്കണത്. ശ്രദ്ധിച്ചോ നിങ്ങൾ? മഹത്വത്തിൻ്റെ രാജാവിന് ആത്മാവ് അർപ്പിക്കുന്ന ആദരവാണ് ആരാധന. ശരിയല്ലേ? കന്യകാമാതാവ് അങ്ങനെയല്ലേ അർപ്പിച്ചത്? ഇപ്പം ഇനി ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ. ഇനി മറ്റൊരു കാര്യമാണ് ഈ സെൻറ്റൻസിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആത്മാവ് അർപ്പിക്കുന്ന ആദരവ്, അതാണ് ആരാധന എന്ന് പറഞ്ഞു. ഏതാത്മാവ്? ഏതാത്മാവാ? മനസ്സിലായോ? നമ്മുടെ ആത്മാവാണ്. പക്ഷേ നമ്മുടെ ആത്മാവിന് സൃഷ്ടാവിന് അല്ലേ, സൃഷ്ടിക്ക് സൃഷ്ടാവിനെ എന്താണ് അനുഗമിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഈ ആത്മാവിൽ എന്തുണ്ടായിരിക്കണം? ഈ ആത്മാവിന് എന്തുണ്ടായിരിക്കണം? സൃഷ്ടിയുടെ ആത്മാവിനെ എന്തുണ്ടായിരിക്കണം? ഈ ആരാധന, ഈ ആദരവ് എല്ലാം സമർപ്പിക്കണമെങ്കിൽ, പ്രകടിപ്പിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? ഒന്ന് പറഞ്ഞേ, ഒന്ന് പറഞ്ഞേ. പറഞ്ഞോ, തെറ്റിയാലും കുഴപ്പമില്ല. എന്താണ്? അതായത് പിതാവായ ദൈവം പുത്രനിലൂടെ നമ്മുടെ ആത്മാവിലേക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെയാണ് ഈ ആത്മാവ് ആരാധന, ആദരവ് അർപ്പിക്കുന്നത്. ആർക്ക്? സൃഷ്ടാവിന്. മനസ്സിലായോ? ഇനി രണ്ടാമത് എനിക്ക് പറയാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? നമ്മുടെ ആത്മാവിന് ദൈവത്തെ സ്നേഹിക്കണമെന്നുണ്ട് ഇല്ലേ? നമ്മുടെ ആത്മാവ്, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവ്, മനുഷ്യാത്മാവ്, ആ ആത്മാവിന് ദൈവത്തോടൊരു സ്നേഹം തോന്നണമെങ്കിലേ എന്തുണ്ടായിരിക്കണം? പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ഈ ആത്മാവിൽ ഉണ്ടായിരിക്കണോ വേണ്ടയോ? ഉണ്ടായിരിക്കണോ വേണ്ടയോ? ഞാനൊരു ചെറിയൊരു ഉദാഹരണം ചോദിക്കട്ടെ. നമ്മളിപ്പോഴായിരിക്കുന്ന അവസ്ഥയ്ക്കും മുൻപ്, അതായത് നമ്മൾ ഈ ദൈവാനുഭവത്തിലേക്കോ ഒന്നും വരാത്ത ലോകത്തിൻ്റെതായ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് ദൈവത്തോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടോ? പറഞ്ഞേ. അന്നും നമുക്ക് ഈ ആത്മാവ് ഉണ്ടായിരുന്നല്ലോ. അന്നും ഈ ആത്മാവ് ഉണ്ടായിരുന്നല്ലോ. മനസ്സിലാവുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് ചിന്തിച്ചേ. നിങ്ങളുടെ ദൈവാനുഭവത്തിലേക്ക് കടന്നു വരാത്ത ആ നിമിഷം, ആ കാലഘട്ടം, അന്ന് നമുക്ക് എന്തെങ്കിലും തരത്തിൽ ദൈവത്തോട് ഒരു എന്താ പറയണ, അതിനെ എനിക്ക് ആ വാക്ക് കിട്ടുന്നില്ല. മനസ്സിലായോ? ഒരു സ്നേഹം നമുക്ക് തോന്നിയിരുന്നു. ദൈവമുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപകടം വരുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ദൈവമേ, കർത്താവേ എന്നൊക്കെ വിളിക്കുകയും ചെയ്യും, പ്രാർത്ഥിക്കുകയും ചെയ്യും. അതിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ചെയ്യുമായിരുന്നു.
അപ്പം അതാണ്. അപ്പം എന്ത് വേണം? ആ ആത്മാവിൽ എന്ത് വേണം? ആ ആത്മാവിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവപ്പെട്ടപ്പോഴാണ് നമുക്ക് ദൈവത്തെ ആരാധിക്കണമെന്നും അവനെ സ്നേഹിക്കണമെന്നെല്ലാം തോന്നുകയും താൻ സൃഷ്ടാവായ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയാണെന്ന് ഉള്ള ആ മനോഭാവത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ആത്മാവ് തീർച്ചയായിട്ടും നമ്മുടെ ആത്മാവാണ് അർപ്പിക്കുന്നത് ആരാധന, നമ്മുടെ അല്ലേ. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലൂടെയാണ് നമ്മുടെ ആത്മാവ് ആരാധന സൃഷ്ടാവായ ദൈവത്തിന് അർപ്പിക്കണേന്ന്. മഹത്വത്തിൻ്റെ രാജാവിന് ആത്മാവ് അർപ്പിക്കുന്ന ആദരവാണ് ആരാധന. ഇനി ശ്രദ്ധിക്കണം കേട്ടോ. മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ അതായത് അല്ലേ ശോഭയോടുകൂടിയ പ്രഭയോടുകൂടിയ മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ മുന്നിലെ ആദരനിർഭരമായ മൗനം. ഇപ്പം ഇത് വായിച്ചപ്പോൾ എന്തെന്നാണ് ഓർമ്മ പറഞ്ഞത്? ഇപ്പം ഈ സെൻറ്റൻസ് വായിച്ചപ്പോൾ എന്താ? മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ മുന്നിലെ ആദരനിർഭരമായ മൗനം. ഇത് വായിച്ചപ്പോൾ എന്താ ഓർമ്മ പറഞ്ഞേ? അല്ലെങ്കിൽ എന്ത് മനസ്സിലാവും? നമുക്ക് എന്താണ് മനസ്സിലാകണത്? ഈ സെൻറ്റൻസ് ഇപ്പോൾ വായിച്ചപ്പോൾ മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ മുന്നിലെ ആദരനിർഭരമായ മൗനം കിട്ടിയോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതിനെയാണ് ദിവ്യകാരുണ്യ ആരാധന എന്നുകൂടി കൂട്ടിച്ചേർക്കാവുന്നതാണ്. എന്തെന്നാണ്? ദിവ്യകാരുണ്യ ആരാധനയിൽ മുമ്പിലായിരിക്കുന്ന നിമിഷം, മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ മുന്നിലെ ആദരനിർഭരമായ മൗനം. അപ്പോൾ ആ നിമിഷം ശരിക്കു പറഞ്ഞാൽ തീക്കനലിന് മുമ്പിൽ ഉണങ്ങിയ വിറക് വെച്ചാൽ എങ്ങനെ ഇരിക്കും? തീക്കനലിനു മുൻപിൽ ഉണങ്ങിയ വിറകും കഷ്ണം വെച്ചാൽ എങ്ങനെ ഇരിക്കും? എങ്ങനെയും ഇരിക്കില്ല, അത് കത്തും. വേറെ ഒന്നും പറയാനില്ല. മനസ്സിലാവണം. അപ്പോൾ എന്നതുപോലെയാണ് ദിവ്യകാരുണ്യ ആരാധനയിൽ ഈശോൻ്റെ അടുത്ത് നമ്മളിരിക്കുന്നത്. മനസ്സിലായോ? അതിനെയാണ് മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ മുന്നിലെ ആദരനിർഭരമായ മൗനം. അപ്പോൾ വേറൊരു കാര്യം കൂടി ആലോചിക്കണതാണ്. ഈ വാക്ക് വായിച്ചപ്പോൾ ഞങ്ങളുടെ ഇടവക പള്ളിയിൽ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ള മറ്റു ചില സുഹൃത്തുക്കളായിട്ടുള്ള, അപ്പം നമ്മുടെ ഇടവക പള്ളിയിൽ ആരാധന ചാപ്പലില്ല, ഒരു അഡറേഷൻ ചാപ്പലില്ല. അപ്പോൾ അതൊരെണ്ണം വേണമായിരുന്നു എന്നുള്ളൊരു ആഗ്രഹം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടാകാറുണ്ട് എപ്പോഴും. അപ്പോൾ അത് ഞാൻ നേരത്തെ ഇരുന്നിരുന്ന വികാരി അച്ഛനായിട്ട് അത് ഇങ്ങനെ ഫോണിലൂടെ ഷെയർ ചെയ്യുകയും ചെയ്തായിരുന്നു. പക്ഷെ അതിനെനിക്ക് മറുപടിയൊന്നും കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ അത് ഈ നമ്മുടെ ഈ കൂട്ടായ്മയിലുള്ള ഈ ആൾക്കാരായിട്ട് ഇത് സംസാരിക്കാനിടയാവുക, ഇങ്ങനെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരുത്തൻ പെട്ടെന്ന് ചോദിക്കുകയാണ്, ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ, പെട്ടെന്ന് ചോദിക്കുകയാണ്, ദിവ്യകാരുണ്യ ആരാധന എന്തിനാണ്? അതിൻ്റെ ആവശ്യമുണ്ടോ? എന്നിട്ട് അവൻ പറയാണ്, ദൈവാലയത്തിൽ അൾത്താരയിൽ സക്രാരിയിൽ ഈശോ ഇരിക്കുന്നുണ്ടല്ലോ, ദൈവാലയത്തിൽ അൾത്താരയിൽ സക്രാരിയിൽ ഈശോ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ മറ്റൊരു ആരാധന ചാപ്പലിൻ്റെ ആവശ്യം എന്താ? മനസ്സിലായോ? മറ്റൊരു ആരാധന ചാപ്പലിൻ്റെ ആവശ്യം എന്താണെന്ന്. വലിയ നോളേജുള്ള ആളാണ്, വലിയ ക്വാളിഫിക്കേഷനുള്ള ആളാണ്. ആള് കപ്പലിലാണ് ജോലി എടുക്കണേ, കപ്പലിലാണ് വലിയ ശമ്പളമൊക്കെ മേടിച്ച് കപ്പലിൽ ജോലി എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, അപ്പോൾ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അല്ലെങ്കിൽ സഭയുടെ പ്രബോധനം ദിവ്യകാരുണ്യ ആരാധനയെക്കുറിച്ചൊക്കെ വളരെയധികം പഠിപ്പിക്കുകയും പ്രതിപാദിക്കുകയും അതിൻ്റെ ആവശ്യകതയെ ഊന്നിപ്പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ
നമ്മളിനിപ്പോൾ അതിൻ്റെ സൈഡ് ഖണ്ഡികയിലോട്ടൊക്കെ പോകാൻ പോകുന്ന ആ ഖണ്ഡികയൊക്കെ ഞാനിങ്ങനെ ജസ്റ്റ് അവന് പറഞ്ഞു, ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ സൂചിപ്പിച്ചു. പക്ഷെ എന്നാലും എനിക്കും എന്തുണ്ടായില്ല, എനിക്കും ഒരു തൃപ്തി വന്നില്ല. അവന് ഈ പ്രബോധനങ്ങളാണല്ലോ പറഞ്ഞേ, അപ്പോൾ അവനെ സംബന്ധിച്ചും അതത്ര മനസ്സിലായി കാണണം എന്നില്ല. ചില സമയത്ത് പ്രബോധനങ്ങൾ മുഴുവൻ പറഞ്ഞത് കൊണ്ട് മാത്രം ആയില്ല, ചില ജീവിതബന്ധിയായിട്ടുള്ള ചില കാര്യങ്ങളും കൂടി കൊടുക്കുമ്പോൾ അതും കൂടി വർക്കൗട്ട് ആകുമ്പോഴാണ് ചിലപ്പോൾ പ്രബോധനങ്ങളുടെ ആഴത്തിലേക്ക് വരാൻ പറ്റുക. അപ്പം ഞാൻ പിറ്റേ ദിവസം ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഇങ്ങനെ എണീറ്റ് രാവിലെ ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കർത്താവ് ഞാൻ ഒരു മറുപടി നല്ല കറക്റ്റായിട്ടൊരു ഇത് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു. അപ്പോൾ വലിയ കാര്യമൊന്നുമില്ല, വലിയ ജ്ഞാനമുള്ള കാര്യമാണോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറയാൻ പോണേന്ന്. അപ്പം ഞാൻ എന്നിട്ട് അവനൊരു 7-8 മണി രാവിലെ തന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ അവനെ ഫോൺ ചെയ്തു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഇപ്പോൾ നീ കപ്പലിലായിരിക്കുന്ന സമയത്ത്, അപ്പോൾ ഒരു 6 മാസമോ 8 മാസമോ ഒക്കെ കഴിയുമ്പോഴാണ് ലീവ് കിട്ടണേ. അപ്പോൾ ആ സമയം അത്രയും ഇവൻ ഫോണിലൂടെ വീട്ടിലേക്കും അല്ലേ ഭാര്യയെയും അമ്മയെയും മക്കളെയും എല്ലാം ഇവൻ വിളിച്ച് ഫോണിലൂടെ സംസാരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഫോണിലൂടെ സംസാരിച്ചുകൊണ്ട് ആണ് അപ്പം ആ ഒരു ഉപകരണത്തിലൂടെയാണ് കമ്മ്യൂണിക്കേഷൻ മുഴുവൻ. അപ്പം അങ്ങനെ ഇരിക്കെ ഇവന് ലീവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇവൻ നാട്ടിൽ വന്നു അല്ലേ, വീട്ടിൽ വന്ന് അവൻ്റെ അമ്മയെയും ഭാര്യയെയും മക്കളെയും ഒക്കെ കാണാനും ഒക്കെ. അപ്പോൾ അവൻ്റെ സന്തോഷം വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ എന്താണ് വ്യത്യാസം? ഞാൻ അവനോട് ചോദിക്കുന്നതാണ്, ഇപ്പോൾ എന്താണ് വ്യത്യാസം? അതായത് നീ സംസാരിച്ചിരുന്ന ആ ഉപകരണമുണ്ടല്ലോ, നിന്റെ ഭാര്യ സംസാരിച്ചിരുന്ന അതേ ശബ്ദം തന്നെയല്ലേ നീ ഇപ്പോഴും കേൾക്കണത്? നീ ഭാര്യനോട് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ അതേ ശബ്ദം തന്നെയല്ലേ, അതേ ഭാര്യ തന്നെയല്ലേ, അതേ അമ്മ തന്നെയല്ലേ, അതേ മക്കൾ തന്നെയല്ലേ, അതേ സ്വരം തന്നെയാണ്. പിന്നെ ഇപ്പം എന്താണ് ഇപ്പം ഇവിടെ പ്രത്യേകത ഇതാണ്. അതിന് 2709 നമ്മളൊന്ന് പോകണതാണ്. ഒരു പ്രത്യേകത നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ പേജ് വിടരുത്. 2709 പോകാം. ഈ പേജ് വിടരുത്, ഇവിടെ അടയാളം വെക്കുക, 2709 പോകാം. അപ്പോൾ അവിടെ ഒരു വാക്ക് മാത്രം എഴുതിയിരിക്കുന്നതിനെയാണ് ഞാൻ എടുത്തോ. വായിക്കട്ടെ, വായിക്കാൻ പോണേ. ആരെങ്കിലും എടുക്കാത്തതായിട്ടുണ്ടോ? അപ്പോൾ ധ്യാനയോഗ പ്രാർത്ഥന ആ ഭാഗങ്ങളെ കുറിച്ചൊക്കെയാണ് ഇവിടെ പറയണത്. അപ്പോൾ 2709. അപ്പോൾ അതിലൊരു 1-2 വാക്കുകളാണ് എന്നെ സ്പർശിച്ചത് കേട്ടോ. എന്താണ് ധ്യാനയോഗ പ്രാർത്ഥന? വിശുദ്ധ കൊച്ചു ത്രേസ്യ അല്ലെ, വിശുദ്ധ ത്രേസ്യ മറുപടി നൽകുന്നു. എൻ്റെ അഭിപ്രായത്തിൽ മാനസിക പ്രാർത്ഥന സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലല്ലാതെ, കണ്ടോ, സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലല്ലാതെ മറ്റൊന്നുമല്ല. നമ്മെ സ്നേഹിക്കുന്നവനെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം, കണ്ടോ, സ്നേഹിക്കുന്നവനെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം തനിച്ചായിരിക്കാൻ കൂടെ സമയം കണ്ടെത്തുക എന്നതാണ് അതിനർത്ഥം. കണ്ടോ, നമ്മെ സ്നേഹിക്കുന്നവനെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം തനിച്ചായിരിക്കാൻ. മനസ്സിലായോ? ഞാനിപ്പോൾ അവനോട് ചോദിച്ചത് എന്താണ് വ്യത്യാസം? നീ ഫോണിലൂടെ സംസാരിച്ച അതേ ശബ്ദം തന്നെയല്ലേ നീ വീട്ടിൽ വന്നപ്പോഴും കേൾക്കുന്നത്? അതേ ഭാര്യ തന്നെ, അതേ മക്കൾ തന്നെ, അതേ അമ്മ തന്നെ അല്ലേ? പിന്നെ എന്താ വ്യത്യാസം? വ്യത്യാസം ഇതാണ്,
എന്ത്? അനുഭവമാണ്. അനുഭവം. എന്താണ് വ്യത്യാസം? എന്താണ് വ്യത്യാസം? ഒറ്റ വാക്കിലാണ് നമ്മളിപ്പോൾ ഇത് പറയണേ. എന്താണ് ആ വ്യത്യാസം? പറഞ്ഞേ നിങ്ങൾ, എന്താണ് വ്യത്യാസം? ഉണ്ടോ? ഫേസ് ടു ഫേസ് സംഭാഷിക്കുന്നു, അല്ലേ? മുഖാഭിമുഖം സംഭാഷിക്കുന്നു. സ്പർശിക്കുന്നു, സ്പർശനം ഉണ്ടോ? സ്പർശനം അനുഭവമാണ്. മനസ്സിലാവുണ്ടോ? ഇതൊന്നും വാക്കുകൾ കൊണ്ട് പറഞ്ഞ് വെക്കാൻ പറ്റണതല്ല. എനിക്കതിനുള്ള കഴിവുമില്ല ഇതൊക്കെ പറഞ്ഞു തരാനുള്ള. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക ജ്ഞാനത്തിലൂടെ. ഞാൻ പറഞ്ഞു പറഞ്ഞ ആ പോയിന്റ് മനസ്സിലായോ? എന്താണ് വ്യത്യാസം? അനുഭവമാണ്. നമ്മൾ നമ്മുടെ നാട്ടിലോ വീട്ടിലോ ഇല്ലാതിരിക്കുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ ഈ ഉപകരണം, എന്താണ് ഉപകരണം? ഫോണെന്ന ഉപകരണത്തിലൂടെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു. പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതാണോ അനുഭവം? അവസ്ഥയാണോ നേരിട്ട് കാണുമ്പോൾ? മനസ്സിലായോ? അപ്പം അതിന് വ്യത്യാസം വന്നു. എന്താണ് വ്യത്യാസം? അത് അനുഭവമായി. പിന്നെ മനസ്സിലായോ? അനുഭവമാണ്. പിന്നെ അപ്പം ഈ അനുഭവമാണ് ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് ലഭിക്കണത്. എന്താണ് ലഭിക്കണത്? ഈ അനുഭവമാണ്. നീ ആ കപ്പലിൽ നിന്ന് 6 മാസം ലീവ് കഴിഞ്ഞിട്ട് നീ വരില്ലേ? എന്നിട്ട് നിന്റെ ഭാര്യയുടെ അടുത്തും അമ്മയുടെ അടുത്തും മക്കളുടെ അടുത്തും നീ ഇരിക്കില്ലേ? ഈ അനുഭവമാണ് ദിവ്യകാരുണ്യ ആരാധന. മനസ്സിലായോ ഞാൻ പറഞ്ഞു തരണത്? എനിക്കറിയില്ല, നിങ്ങൾക്ക് മനസ്സിലായോ? ആരും മറുപടി തന്നില്ല. ഇത്ര വലിയ പെരുത്ത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യവും. ഇത് ഈ ഒരു ഗണ്ണിക നമ്മൾ എടുത്തത് കൊണ്ട് ഇതിൻ്റെ ഇപ്പുറവും കൂടി, അതിൻ്റെ കുറച്ചും കൂടി ഉണ്ട്. എൻ്റെ ഇപ്പുറത്തോട്ടൊന്ന് മറിച്ച്, വലത് കൈ കൊണ്ട് ഇങ്ങോട്ട് മറിച്ച്, ഈ 2709 അതിൻ്റെ പകുതിക്ക് വെച്ച് നിർത്തണ്ടല്ലോ എന്ന് വിചാരിച്ചാണ്. കണ്ടോ? അപ്പോൾ ഒരു സെൻറ്റൻസ് ആണ് കേട്ടോ എന്നെ സ്പർശിച്ചത്. എന്താണ്? സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കൽ. അത് ഫോണിൽ ശ്രദ്ധിക്കണേ, ഒന്ന് ഇങ്ങോട്ട് നോക്കിയേ. ഫോണിലൂടെ പങ്കുവയ്ക്കണതും മുഖാഭിമുഖം പങ്കുവയ്ക്കണതും തമ്മിൽ ഡിഫറൻ്റ് ഉണ്ടോ ഇല്ലയോ? വ്യത്യാസം ഉണ്ടോ ഇല്ലയോ? അല്ലേ? അതാണ് സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കൽ. മനസ്സിലായോ? അത് ദിവ്യകാരുണ്യ ആരാധന ഡയറക്റ്റായിട്ട് എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആരാധന ചാപ്പൽ എടുത്തിരിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം. അതാണ് അനുഭവം. അതൊരു വാക്ക്. പിന്നെ എന്നെ സ്പർശിച്ചത്, നമ്മെ സ്നേഹിക്കുന്നവനെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം, നമ്മെ സ്നേഹിക്കുന്നവനെന്ന് നമുക്കറിയാവുന്നവനോടൊപ്പം തനിച്ചായിരിക്കുക. തനിച്ചായിരിക്കാൻ കൂടെ കൂടെ സമയം കണ്ടെത്തുക എന്നതിനാണ് അതിനർത്ഥം. അപ്പം ഈ പറഞ്ഞിരിക്കണ ഭാഗവും പശ്ചാത്തലവും വ്യത്യാസമുണ്ട് കേട്ടോ. ഇത് വാചിക പ്രാർത്ഥനയും ധ്യാന പ്രാർത്ഥനയും ധ്യാനയോഗ പ്രാർത്ഥനയും ആ ഭാഗത്താണ് ഈ ഗണ്ണിക കിടക്കുന്നത്. പക്ഷെ എന്നെ സ്പർശിച്ച ആ 2 വാക്കുകളാണ് ഞാൻ പറയണത്. അപ്പം അതിൻ്റെ ബാക്കിയും കൂടി ഒന്ന് വായിക്കാം. ഇപ്പുറത്തോട്ട് മറിച്ചോ നിങ്ങൾ. ഇപ്പോൾ 2709 ആണ് നമ്മൾ വായിച്ചത്. അപ്പോൾ അതിൻ്റെ ആ 2 വാക്കുകളെ നിങ്ങൾ മെയിനായിട്ട് ഹൃദയത്തിലേക്ക് എടുത്താൽ മതി. എന്നിരുന്നാലും ബാക്കിയും കൂടി വായിക്കണതാണ്. എൻ്റെ ആത്മാവ് സ്നേഹിക്കുന്നവനെ, കണ്ടോ, തേടുന്നതാണ് ധ്യാനാത്മക പ്രാർത്ഥന. യേശുവിനെയും അവിടുന്ന് പിതാവിനെയും തേടുന്നു. കാരണം അവിടുത്തെ ആഗ്രഹിക്കുക എന്നതാണ് എപ്പോഴും സ്നേഹത്തിൻ്റെ ആരംഭം. കണ്ടോ? ഈ വാക്കുകളൊക്കെ നമുക്ക് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റും എന്ന് എനിക്കറിയില്ല. എന്തെന്നാണ്? അവിടുത്തെ ആഗ്രഹിക്കുക എന്നതാണ് എപ്പോഴും സ്നേഹത്തിൻ്റെ ആരംഭം. മനസ്സിലായി? ഈ ഫോണിലൂടെ ഇപ്പോൾ അല്ലേ ദൂരെ നിൽക്കുന്ന ആള് ഇങ്ങനെ ഫോണിലൂടെ എപ്പോഴും നമുക്ക് എന്താണ്, എങ്ങനെയെങ്കിലും അല്ലേ നമ്മുടെ ഉറ്റവരുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തുക. മനസ്സിലായോ? ഇത് ഞാൻ ആ ഫിസിക്കൽ നമ്മുടെ ഭൗതിക ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി പറഞ്ഞാണ് കേട്ടോ. മനസ്സിലായോ? എന്താണ് കാരണം? അവിടുത്തെ ആഗ്രഹിക്കുക. കണ്ടോ? അപ്പം അതുപോലെ നമ്മൾ ദൈവത്തെ ആഗ്രഹിക്കുക എന്നതാണ് എപ്പോഴും സ്നേഹത്തിൻ്റെ ആരംഭം. ആ സ്നേഹത്തിൻ്റെ ആരംഭം
പക്ഷെ അത് അനുഭവമാകുന്നത്, ആ സ്നേഹം അനുഭവമാകുന്നത് ഈ മുഖാഭിമുഖം കണ്ടുമുട്ടുമ്പോഴാണ്. സ്നേഹത്തിൻ്റെ ആരംഭം. അവൻ വഴി ജനിക്കാനും അവനിൽ ജീവിക്കാനും ഇടവരുത്തുന്ന സംശുദ്ധമായ വിശ്വാസത്തിലാണ് നാം അവിടുത്തെ തേടുന്നത്. ധ്യാനയോഗ പ്രാർത്ഥനയ്ക്കിടയിലും ഒരാൾക്ക് ധ്യാനിക്കാൻ കഴിയും, പക്ഷേ ശ്രദ്ധ കർത്താവിൽ തന്നെ എത്തണം. ഓക്കെ, നമുക്ക് നമ്മുടെ ആ 2-3 ഈ ഖണ്ഡികയിലെ 2-3 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതിനുവേണ്ടിയാണ് ആ 2709. അതെനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കർത്താവ് എനിക്കിങ്ങനെ ഓർമ്മിപ്പിച്ച് തന്നതാണ്. ഈ ഒരു ഖണ്ഡിക ഒന്ന് വായിക്കണമെന്ന് തോന്നി, പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മ വന്നതാണ്. അപ്പോഴാണ് കൊച്ചുത്രേസ്യ പുണ്യവതി പറഞ്ഞിരിക്കുന്ന ആ 2 വാക്കുകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഓടിക്കേറി. സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കലല്ലാതെ മറ്റെന്താണ് പ്രാർത്ഥനയെന്ന് ചോദിക്കണേ? സൗഹൃദത്തിൻ്റെ പങ്കുവയ്ക്കൽ. അപ്പം വിശുദ്ധ കുർബാന എന്ന കൂദാശയിലും ഇത് തന്നെയാണ് കേട്ടോ നടക്കണേ. അപ്പം ഞാൻ എന്നിട്ട് പറയാണ്, ആ മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ മുന്നിലെ ആദരനിർഭരമായ മൗനം. അപ്പം ഈ മൗനം തന്നെയായിരുന്നില്ലേ, ഈ അവസ്ഥ തന്നെയല്ലേ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 2 യുവതികളെ കുറിച്ച് പറയുന്നുണ്ട്. ആരാണ് ആ 2 യുവതികൾ? ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായത്തിൽ 2 യുവതികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിലെ മറിയം എന്താ ചെയ്തേ അല്ലേ? ബാക്കി നമ്മ ഇപ്പം അങ്ങോട്ട് പോകണ്ട, നമുക്ക് കാര്യങ്ങൾ മനസ്സിലായല്ലോ. കണ്ടോ, അവൾ വചനം കേട്ടുകൊണ്ടിരുന്നു എന്ന് അവിടെ എഴുതി. വചനം കേട്ടുകൊണ്ടിരുന്നു, മനസ്സിലായോ? അപ്പം ഇതാണ് മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ മുന്നിലെ ആദരനിർഭരമായ മൗനം. അപ്പോൾ സുവിശേഷത്തിലുടനീളം നമുക്കിത് കാണാൻ സാധിക്കും. സുവിശേഷത്തിലൂടെ എല്ലാം, അല്ലെങ്കിൽ വിശുദ്ധ ലിഖിതം മുഴുവനിലും നമുക്കിത് കാണാൻ സാധിക്കും. പഴയ നിയമത്തിൽ അത് അത്ര ഇതിൽ നമുക്കെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന് ആ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും അതിൻ്റെ മുന്നോടി എല്ലാം അവിടെ ഉണ്ട്. ഇപ്പം യാക്കോബ് ഒരു കല്ല് ഇല്ലേ കുത്തി നിർത്തി അവിടെ ആരാധിച്ചു എന്നൊക്കെ പറയണില്ലേ, ഇല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ എന്നിട്ട് പറയാണ്, ത്രൈശുദ്ധനും ഏറ്റവും സ്നേഹമയനുമായ ദൈവത്തിന്, കണ്ടോ, ത്രൈശുദ്ധനും ഏറ്റവും സ്നേഹമയനുമായ ദൈവത്തിന് നൽകുന്ന ആരാധന വിനയവുമായി ചേരുകയും, കണ്ടോ, വിനയവുമായി ചേരുകയും നമ്മുടെ യാചനകൾ ശ്രവിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഭാഗത്തിന് 2559 ഖണ്ഡിക. ഇപ്പം അതെടുക്കണ്ട, ആ ഖണ്ഡികയാണ് നമുക്കറിയാലോ അല്ലേ? എന്താണ് പ്രാർത്ഥന എന്നത്? ദൈവത്തിങ്കിലേക്ക് ഒരു നോട്ടമാണ് എന്നൊക്കെ വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതി അവിടെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വിനയമാണ് പ്രാർത്ഥനയുടെ അടിത്തറ എന്നൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്ന അതാണ് ആ ഖണ്ഡിക. ഏത്? 2559. അപ്പം അതിനോട് ബന്ധപ്പെടുത്തിയാണ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വായിച്ച സെൻറ്റൻസിനോട് ബന്ധപ്പെടുത്തിയാണ് ആ 2559 കിടക്കണം. എന്താണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്? ത്രൈശുദ്ധനും ഏറ്റവും സ്നേഹമയനുമായ ദൈവത്തിന് നൽകുന്ന ആരാധന വിനയവുമായി ചേരുകയും നമ്മുടെ യാചനകൾ ശ്രവിക്കപ്പെടുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പം ഞാനൊന്നും കൂടി വായിക്കട്ടെ, ഈ ഖണ്ഡിക ഒന്നും കൂടി വായിക്കട്ടെ. സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ താൻ ഒരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന. അപ്പോൾ ആരാധനയുടെ ഒരു നിർവചനം, ആദ്യത്തെ നിർവചനം, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മഹത്വത്തെയും തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന രക്ഷകന്റെ സർവശക്തിയെയും അത് പ്രകീർത്തിക്കുന്നു. മഹത്വത്തിൻ്റെ രാജാവിന് ആത്മാവ് അർപ്പിക്കുന്ന ആദരവാണ് ആരാധന. രണ്ടാമത്തെ നിർവചനം കേട്ടോ. മഹാപ്രഭാവവാനായ ദൈവത്തിൻ്റെ മുന്നിലെ ആദരനിർഭരമായ മൗനം. ത്രൈശുദ്ധനും ഏറ്റവും സ്നേഹമയനുമായ ദൈവത്തിന് നൽകുന്ന ആരാധന വിനയവുമായി ചേരുകയും
നമ്മുടെ യാചനകൾ ശ്രവിക്കപ്പെടുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്യുന്നു. എടുക്കാനാണെങ്കിൽ കുറേ ഉണ്ട് കേട്ടോ, നിർവചനം എടുക്കാനാണെങ്കിൽ. പക്ഷെ ഞാനതിൽ പ്രധാനപ്പെട്ട വളരെ കാതലായ ആ ചില സെൻറ്റൻസുകൾ കോർത്തിണക്കിയാണ് നിർവചനം ഒരു 6-7 ഞാനങ്ങനെ എൻ്റെ ഹൃദയത്തിൽ പതിച്ചത് ഞാനത് പറയണത്. അപ്പോൾ ഇപ്പോൾ ഈ ഖണ്ഡികയിൽ 2 നിർവചനങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇതിൽ വേറെയും വേണമെങ്കിൽ നിർവചനങ്ങൾ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇതിപ്പോൾ അല്ലേ, നമ്മെ സൃഷ്ടിച്ച കർത്താവിൻ്റെ മഹത്വത്തെയും തിന്മയിൽ നിന്ന് നമുക്ക് മോചനം നൽകുന്ന രക്ഷകൻ്റെ സർവ്വശക്തിയെയും അത് പ്രകീർത്തിക്കുന്നു. ഉണ്ടോ? അത് ആരാധന. മനസ്സിലായോ? അപ്പം അങ്ങനെ ഓരോന്ന്. പക്ഷെ എന്നിരുന്നാലും നമ്മളിപ്പോൾ ഇതിൽ നിന്ന് 2 ഇതാണ് എടുത്തത്. 2 നിർവചനങ്ങൾ ആരാധനയുടെ. ഒന്നെന്താണ്? സ്രഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ താനൊരു സൃഷ്ടിയാണെന്ന് അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന. പിന്നെന്താണ്? മഹത്വത്തിൻ്റെ രാജാവിന് ആത്മാവ് അർപ്പിക്കുന്ന ആദരവാണ് ആരാധന. അങ്ങനെ 2 എടുത്തത്. ഇനി 2096 നമ്മൾ പോവാം. 2096 വരാം. റോസ് കേൾക്കണ്ടോ നീ? അപ്പൊ 2096 കേട്ടോ. അവിടെ ആരാധന എന്നതിനെ കുറിച്ചുള്ള ഹെഡ്ലൈനാണ് കൊടുത്തേക്കണേ. അപ്പൊ അത് വായിക്കട്ടെ, എടുത്തോ എല്ലാവരും. ഞാൻ വായിക്കാൻ പോണേ. ആരാധന മതാത്മകത എന്ന സുഹൃതത്തിൻ്റെ പ്രഥമ പ്രവൃത്തിയാണ്. 3ാമത്തെ നിർവചനം എന്താണ്? 3ാമത്തെ നിർവചനം, ആരാധനയുടെ 3ാമത്തെ നിർവചനം എന്താണ്? ആരാധന മതാത്മകത എന്ന സുഹൃതത്തിൻ്റെ ആദ്യത്തെ പ്രവൃത്തിയാണ്. മനസ്സിലായി? 3ാമത്തെ നിർവചനം. ഇനി 4ാമത്തെ നിർവചനത്തിലേക്ക് പോവാണ്. ദൈവത്തെ ആരാധിക്കുക എന്നത് അവിടുത്തെ ദൈവമായി സ്രഷ്ടാവും രക്ഷകനുമായി. കണ്ടോ? ദൈവമായി സ്രഷ്ടാവും രക്ഷകനുമായി. ഈ അർത്ഥത്തിലാണ് ആരോട് പറഞ്ഞത്? ഇങ്ങനെ പറഞ്ഞത്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. തോമാസ് ലീഹ പറഞ്ഞത് ഓർമ്മയില്ലേ? എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന്. അത് ശരിക്ക് ആരാധനയല്ലേ? അത് ആരാധനയല്ലേ? തോമാസ് ലീഹ ഈശോന അല്ലെ, ആ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. മനസ്സിലാവുന്നുണ്ടോ? ആ സമയത്ത് തോമാസ് ലീഹ ഈശോനെ വിളിക്കുകയാണ് എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. അപ്പം അത് ആരാധനയായിരുന്നില്ലേ? വിശുദ്ധ കുർബാന മധ്യസ്തോത്രയാഗ പ്രാർത്ഥന സമയത്ത് ചില ദൈവാലയത്തിൽ ചില സമയത്ത് എന്താണ്, ചില അപ്പാപ്പന്മാരോ അമ്മാമ്മമാരൊക്കെ ആ ഈശോൻ്റെ തിരുശരീരം എടുത്തുയർത്തുമ്പോൾ എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്നുള്ള ഒരു ശബ്ദം ചിലപ്പോൾ എപ്പോഴെങ്കിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അങ്ങനെ? അത് ആരാധനയുടെ ഇതാണ് ആരാധന. മനസ്സിലായോ? അതാണ് ഇതിപ്പോൾ 3ാമത്തെ പോയിന്റ് കിട്ടിയോ നിങ്ങൾക്ക്? ആരാധന മതാത്മകത എന്ന സുഹൃതത്തിൻ്റെ പ്രഥമ പ്രവൃത്തിയാണ്. 3ാമത്തെ നിർവചനം. ഇനി 4ാമത്തെ നിർവചനം എന്താണ്? ദൈവത്തെ ആരാധിക്കുക എന്നത് അവിടുത്തെ ദൈവമായി സ്രഷ്ടാവും രക്ഷകനുമായി. അവിടുത്തെ ദൈവമായി അവിടുത്തെ ദൈവമായി സ്രഷ്ടാവും രക്ഷകനുമായി അസ്തിത്വമുള്ള സകലത്തിൻ്റെയും കർത്താവും അതിനാഥനുമായി. അപ്പോൾ ഈ ഇപ്പോൾ വായിച്ച സെൻറ്റൻസ് ശ്രദ്ധിച്ചോ? അസ്തിത്വമുള്ള സകലത്തിൻ്റെയും കർത്താവും അതിനാഥനുമായി. അപ്പോൾ ഈ സെൻറ്റൻസ് വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കണ വചനം? എല്ലാം അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. എന്താണ്? എല്ലാം സർവ്വതും അവനിലൂടെ ഉണ്ടായി, ഒന്നും
അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അതാണ് ആ അസ്തിത്വമുള്ള സകലത്തിൻ്റെയും കർത്താവും അതിനാഥനുമായി അനന്തവും കരുണാർദ്രവുമായ സ്നേഹമായി അംഗീകരിക്കുകയാണ്. അപ്പോൾ നാലാമത്തെ നിർവചനത്തിലേക്ക് നമ്മൾ വന്നേ. നാലാമത്തെ നിർവചനമാണ് ആരാധന എന്നതിൻ്റെ നാലാമത്തെ നിർവചനം എന്താണത്? ദൈവത്തെ ആരാധിക്കുക എന്നത് അവിടുത്തെ ദൈവമായി, സൃഷ്ടാവും രക്ഷകനുമായി, അസ്തിത്വമുള്ള സകലത്തിൻ്റെയും കർത്താവും അതിനാഥനുമായി അനന്തവും കരുണാർദ്രവുമായ സ്നേഹമായി അംഗീകരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ വായിച്ചതിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? ഒരു 5 പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ് 5 പോയിന്റ്? നാലാമത്തെ ആരാധന എന്നതിൻ്റെ നാലാമത്തെ നിർവചനത്തിൽ 5 പോയിന്റ് എന്തൊക്കെയാണ്? ദൈവത്തെ ആരാധിക്കുക എന്നത് അവിടുത്തെ ദൈവമായി, സ്രഷ്ടാവും രക്ഷകനുമായി. 3 കാര്യമായോ? ശ്രദ്ധിക്കണേ, 3 കാര്യമായോ? നാലാമത്തത് എന്താണ്? അസ്തിത്വമുള്ള സകലത്തിൻ്റെയും കർത്താവും അതിനാഥനുമായി. ഇനി 5-മത്തെ എന്താണ്? അനന്തവും കരുണാർദ്രവുമായ സ്നേഹമായി അംഗീകരിക്കുകയാണ്. കണ്ടോ, 5 പോയിന്റ്. ആരാധന എന്ന വാക്കിൻ്റെ നിർവചനത്തിലെ നാലാമത്തെ ഭാഗത്തിൽ 5 പോയിന്റ് പറഞ്ഞിരിക്കുകയാണ്. കരുണാർദ്രമായ സ്നേഹം, അനന്തവും കരുണാർദ്രവുമായ സ്നേഹം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വായിക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പോയി. ഞാനൊരു കാലത്തെ ഒരിടക്ക് കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ ഞാൻ എല്ലാ മരിപ്പ് കുർബാനകളിലും, എല്ലാ ആണ്ട് കുർബാനകളിലും, എല്ലാ 7 കുർബാനകളിലും, 30 ഇങ്ങനത്തെ കുർബാനകളിലൊക്കെ ഞാൻ പോയി. അത് എനിക്ക് പരിചയമുള്ളവരൊന്നുമല്ല, ഞാൻ പോയി. അപ്പോൾ എൻ്റെ ഇങ്ങനെ ഇവിടുത്തെ ചില പള്ളികളിലെ കപ്പിയാരെയൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. അപ്പോൾ അവരിങ്ങനെ പറയും, ഇപ്പം നാളെ കുർബാന ഇത്ര മണിക്കൊക്കെ ഉണ്ടെന്ന്. അപ്പോൾ എനിക്കൊരു ഹരമ, എന്താ പറയണ അതിനെ, മരിപ്പ് കുർബാന, 7 കുർബാന, ആണ്ട് അല്ലേ, 30 ഇത്തരത്തിലുള്ള ബലിയർപ്പണത്തിൽ പങ്കുകൊള്ളുക എന്നുള്ളത് ഒരു സമയത്ത് വർഷങ്ങളോളം ഞാൻ അങ്ങനെ ബലിയർപ്പണങ്ങളിൽ പങ്കുകൊള്ളുമായിരുന്നു. അപ്പോൾ എന്നെ സ്പർശിച്ച ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ഗാനമാണത്. അതെന്താണത്? ലത്തീൻ ആരാധനക്രമത്തിൽ ഞാനതൊന്ന് പാടാൻ ശ്രമിക്കാം. സ്വർഗ കവാടം തുറക്കൂ നാദ, കാരുണ്യവായ്പോടെ നോക്കൂ, നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. മണ്ണീതിൽ ജീവിച്ച നാളിൽ വല്ല വീഴ്ചയും വന്ന് പോയെങ്കിൽ, ശ്രദ്ധിക്കണം കേട്ടോ, ഇനി വരാൻ പോണോ. സർവം പൊറുക്കേണേ നാഥാ, നിന്റെ കാരുണ്യം അളവറ്റതല്ലോ. കണ്ടോ ആ കാര്യം? അപ്പം എന്നോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കരുണയ്ക്ക് അളവ് അറ്റുപോയിരിക്കുന്നു. കണ്ടോ, അളവ് അറ്റുപോയി, അളവില്ലാന്ന്. എൻ്റെ കരുണയ്ക്ക് അളവില്ലാന്ന്. ഞാൻ അതിനു മുമ്പ്, ഞാൻ എത്ര 25 വർഷം മുമ്പ് ഈ പാട്ട്, അല്ലെങ്കിൽ നമ്മൊരു പള്ളി, ഒരു കത്തോലിക്ക പള്ളിയുടെ അടുത്ത് ജനിക്കുന്ന ആളാണ് അല്ലേ, ഒരു മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല, ക്രൈസ്തവനായനക്ക് മുന്നേയും നമ്മൾ ഈ പാട്ടുകൾ കേട്ടിട്ടുണ്ട്. അത് ക്രൈസ്തവനായി കഴിഞ്ഞിട്ടും ഈ പാട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് എന്തെനിക്ക് മനസ്സിലായത്, എൻ്റെ കരുണയുടെ അളവ് അറ്റുപോയിരിക്കുന്നു, ആ കരുണയ്ക്ക് അളവില്ലാന്ന് മനസ്സിലായോ? അപ്പോൾ കരുണാർദ്രവുമായ സ്നേഹമായി അംഗീകരിക്കുകയാണെന്നൊക്കെ പറയുമ്പോഴേ, നമ്മൾ ചെറിയൊരു വാക്കാണ് കരുണാർദ്രമായ സ്നേഹം. നിങ്ങളെപ്പോഴും മരിപ്പ് അല്ലെങ്കിൽ ആ ആരാധനക്രമങ്ങളിലുള്ള പാട്ടുകൾ, അതിൻ്റെ പ്രാർത്ഥനകൾ ഒക്കെ ശ്രദ്ധിച്ചോട്ടോ. എല്ലാവരും വിചാരിക്കും, എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട്, മരിപ്പ് കുർബാനയിൽ പങ്കെടുക്കുക. അപ്പം മരിച്ച ആൾ എൻ്റെ ആരുമല്ല, ഞാൻ ആളറിയാൻ പോലും ഇല്ല, മനസ്സിലായി. പക്ഷേ
ആ പ്രാർത്ഥനകളും ആ ഗാനങ്ങളും എനിക്ക് ഇങ്ങനെ കേൾക്കാനും അത് പഠിക്കാനും എന്നിട്ട് ആ അനുഭവത്തിലേക്ക് പോകാനും ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. മനസ്സിലായോ? അങ്ങനെ വർഷങ്ങൾ തന്നെ ഞാനങ്ങനെ പോയിട്ട് ഞാൻ നിൽക്കണ ഇടം, ഞാൻ നിൽക്കുന്ന എൻ്റെ ആ കാൽപാദത്തിൻ്റെ അവിടെയൊക്കെ ചെറിയ നനവുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകിയിട്ട്. മനസ്സിലായി? അപ്പോൾ ഇപ്പം എന്നെ അറിയണം ആരെങ്കിലുമൊക്കെ അതിലുണ്ടാവും. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആരും കാണാതിരിക്കാൻ ശ്രമിക്കും. ഞാൻ അതുകൊണ്ട് ഏറ്റവും പുറകിലാണ് നിൽക്കുക ബലിയർപ്പണത്തിന്. അപ്പോൾ എന്നാലും ചില ആൾക്കാരത് കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ അവർ ഓരോരുത്തരും ചോദിച്ചപ്പോൾ നിൻ്റെ ആരാണിത്, ഈ മരിച്ചത് ആരാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അവൻ്റെ വിചാരം ഞാൻ ഈ ആള് മരിച്ചതിൻ്റെ സങ്കടത്തിൽ കരയണതായിരിക്കാം എന്നാണ്. മനസ്സിലായി? ഞാൻ ആള് മരിച്ചതിൻ്റെ സങ്കടത്തിലല്ല കരയണത്. എനിക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞപ്പോൾ കരയണതാണ്. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ വായിച്ചപ്പോൾ അങ്ങനെ ഓർമ്മ വരികയായിരുന്നു. എന്താണ് നാലാമത്തേത് കിട്ടിയോ? നിങ്ങൾ അങ്ങനെ എഴുതി വെക്കണുണ്ടോ? നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പം നിർബന്ധമൊന്നുമില്ല. ഞാൻ തന്നെ വേർതിരിച്ചെടുത്ത 5-6 നിർവചനങ്ങൾ. ഇത് മൊത്തം നിർവചനങ്ങൾ തന്നെയാണ്, ഈ 3-4 ഖണ്ഡിക മുഴുവനും. പക്ഷെ ഞാനതിൽ നിന്ന് ഒരു ഇത്തിരി കൂടി പ്രാധാന്യം അറിയിക്കുന്ന വേർഡുകൾ എടുത്തുകൊണ്ട് അങ്ങനെ 6-7 അങ്ങനെ ഇതാക്കിയെന്നുള്ളൂ. ഇപ്പോൾ ആരാധന മതാത്മകത എന്ന സുഹൃതത്തിന്റെ പ്രഥമ പ്രവൃത്തിയാണ്. അത് 3ാമത്തെ നിർവചനം ആരാധനയുടെ. ഇനി 4ാമത്തെ നിർവചനം എന്താണ്? ദൈവത്തെ ആരാധിക്കുക എന്നത് അവിടുത്തെ ദൈവമായി, സ്രഷ്ടാവും രക്ഷകനുമായി, അസ്തിത്വമുള്ള സകലത്തിൻ്റെയും കർത്താവും അതിനാഥനുമായി, അനന്തവും കരുണാദ്രവുമായ സ്നേഹമായി അംഗീകരിക്കണം. അപ്പോൾ അതിൽ 5 പോയിന്റുകൾ പറഞ്ഞിരിക്കണം. കണ്ടോ? അതിൽ 5 പോയിന്റുകൾ പറഞ്ഞിരിക്കണം. 4ാമത്തെ ആരാധനയെക്കുറിച്ചുള്ള നിർവചനത്തിൽ 5 പോയിന്റുകൾ പറഞ്ഞിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ പറയാണ്, നിന്റെ കർത്താവിനെ നീ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ നീ സേവിക്കാവൂ എന്ന് നിയമാവർത്തന പുസ്തകം ഉദ്ധരിച്ചുകൊണ്ട് യേശു പറയുന്നു. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. ഇനി 2097 അടിയത്തെ ഖണ്ഡിക. അപ്പോൾ ഇത് രണ്ടും ആ 2628 സൈഡ് ഖണ്ഡികയാണ്. 2097 ഖണ്ഡികയിലേക്ക് വരാം. അപ്പം ഇപ്പോൾ 4 നിർവചനങ്ങൾ കിട്ടിയില്ലേ? 4 നിർവചനങ്ങൾ കേട്ടോ. ആരാധന എന്ന വാക്കിൻ്റെ 4 നിർവചനങ്ങൾ നമുക്ക് ഇങ്ങനെ നോക്കി. അത് ഇനിയും ഉണ്ടട്ടോ നിർവചനങ്ങൾ അതിൽ തന്നെ. അപ്പം അത് നിങ്ങൾക്കും വേണമെങ്കിൽ നോക്കിയെടുക്കാവുന്നതാണ്. ഇനി 2097 ഞാൻ വായിക്കാൻ പോണെയാണ്. അപ്പോൾ അടുത്ത നിർവചനങ്ങളിലേക്ക് കിടക്കാം. 4 കഴിഞ്ഞ് ദൈവത്തെ ആരാധിക്കുക എന്നത്, ശ്രദ്ധിക്കണം കേട്ടോ, അവിടെ ശ്രദ്ധിക്കണേ. ഞാൻ വേറൊരു രീതിയിലാണ് അത് വായിക്കാൻ പോണത്. ആ വേർഡ്സിൽ ശ്രദ്ധിക്കുക. ദൈവത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ വിധേയത്വത്തോടും കൂടെ അംഗീകരിക്കുക എന്നതാണ്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എഴുതിയിരിക്കുകയാണ് ദൈവത്തിൽ നിന്നല്ലാതെ അസ്തിത്വമില്ല. കണ്ടോ? അതിൻ്റെ ഇടയിൽ പറഞ്ഞിരിക്കുകയാണ് ദൈവത്തിൽ നിന്നല്ലാതെ അസ്തിത്വമില്ല. ഞാൻ ഒന്നും കൂടി വായിക്കാം. ദൈവത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ വിധേയത്വത്തോടും കൂടെ അംഗീകരിക്കുകയാണ്. അപ്പോൾ സൃഷ്ടിയുടെ ശൂന്യത എന്ന ഒറ്റ വാക്കിനെ മാത്രം എടുക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ഭാഗങ്ങൾ, വിശുദ്ധ ഗ്രന്ഥം മുഴുവനും അതിലടങ്ങിയിട്ടുണ്ട്. സൃഷ്ടിയുടെ ശൂന്യത. അപ്പം അതിൽ പല, എന്താണ് ആ വാക്ക് എനിക്ക് ഉപയോഗിക്കാൻ എനിക്കറിയില്ല. അതിൽ പല വഴികളിലൂടെ വന്നു ചേരുന്ന ഘടകങ്ങളുണ്ട് സൃഷ്ടിയുടെ ശൂന്യത എന്ന് പറയുമ്പോൾ. അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അതിനെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 296 ഈ പേജ് വിടരുത് 296 398 ആദ്യം 296 പോകാം. അപ്പം എന്താണ് ഇപ്പം ഇവിടുത്തെ മെയിൻ പോയിന്റ്? എന്താണ്? ദൈവത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ വിധേയത്വത്തോടും കൂടെ അംഗീകരിക്കുക എന്നതാണ്. അപ്പോൾ സൃഷ്ടിയുടെ ശൂന്യത എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യം തൊട്ടേ മനസ്സിലാക്കണത് നല്ലതായിരിക്കും. ആദ്യം മുതലേ, എവിടം മുതലേ? ഉൽപ്പത്തി മുതലേ. നമ്മളെങ്ങനെ ഉണ്ടായി?
അപ്പോൾ ആ 296 വായിക്കട്ടെ. ശ്രദ്ധിക്കണേ, എടുത്തോ. ഈ മറ്റേ പേജ് വിടരുത് കേട്ടോ. നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരുന്നത് വിടരുത്, അത് അടയാളം വെക്കുക. നമുക്ക് സമയം അധികമില്ല, അപ്പം അതുകൊണ്ട് ഞാൻ വായിക്കട്ടെ. എടുത്തോ. അണ്ടോ അവിടെ ഹെഡ്ലൈൻ തന്നെ 296 ഹെഡ്ലൈൻ നോക്കിയാൽ കണ്ണികയുടെ ദൈവം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിക്കുന്നു. മനസ്സിലായി? സൃഷ്ടി നടത്തുന്നതിന് നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും വസ്തുവോ എന്തെങ്കിലും സഹായമോ ദൈവത്തിന് ആവശ്യമില്ലെന്ന് നാം വിശ്വസിക്കുന്നു. ദൈവിക സത്തയിൽ നിന്നുള്ള നിർബന്ധപൂർവകമായ നിർഗളിക്കലും അല്ല സൃഷ്ടി. ദൈവം സ്വതന്ത്രമായി ശൂന്യാവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കുന്നു. കണ്ടോ, ദൈവം സ്വതന്ത്രമായി ശൂന്യാവസ്ഥയിൽ നിന്ന് സൃഷ്ടിക്കുന്നു. ഇനി അതിൻ്റെ ഒരു ചെറിയൊരു ഖണ്ഡികയാണ്, അത് വായിക്കട്ടെ. നേരത്തെ ഉണ്ടായിരുന്ന ഏതെങ്കിലും പദാർത്ഥത്തിൽ നിന്നാണ് ദൈവം ലോകത്തെ സൃഷ്ടിച്ചതെങ്കിൽ അതിൽ അസാധാരണമായി എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നോ? അല്ല, എന്തെങ്കിലും പദാർത്ഥത്തിൽ നിന്നാണ് ഈ കാണുന്നതെല്ലാം ദൈവം സൃഷ്ടിച്ചതെങ്കിൽ അതിൽ അസാധാരണമായിട്ട് എന്തെങ്കിലും ഉണ്ടാകുമോ? ഇല്ല. അത് അസാധാരണം അല്ലാതെ അല്ലേ, അസാധാരണമായി എന്തെങ്കിലും ഉണ്ടാകുമായിരുന്നു. ഒരു ശില്പി തനിക്ക് ലഭിക്കുന്ന പദാർത്ഥം കൊണ്ട് തനിക്കിഷ്ടമുള്ളതെല്ലാം നിർമ്മിക്കുന്നു. ശ്രദ്ധിക്കണം കേട്ടോ. ഒരു ശില്പി തനിക്ക് ലഭിക്കുന്ന പദാർത്ഥം കൊണ്ട് തനിക്കിഷ്ടമുള്ളതെല്ലാം നിർമ്മിക്കുന്നു. എന്നാൽ തനിക്കിഷ്ടമുള്ളതെല്ലാം ശൂന്യതയിൽ നിന്ന്, കണ്ടോ, ഒരു ശില്പിയെ സംബന്ധിച്ച് എന്തുണ്ടാവണം? അവന് എന്തെങ്കിലും സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പദാർത്ഥം വേണം. മനസ്സിലായോ? അന്നില്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവ അല്ലേ, എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടിയാൽ അവനത്, ഒരു ശില്പിക്ക് അതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അവന് അത് രൂപകൽപ്പന ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. തനിക്കിഷ്ടമുള്ള ആ വസ്തു ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. പക്ഷേ കർത്താവ് എങ്ങനെയാണ് ചെയ്തേ? എന്നാൽ നിർമ്മിക്കുന്നു. എന്നാൽ തനിക്കിഷ്ടമുള്ളതെല്ലാം ശൂന്യതയിൽ നിന്ന്, കണ്ടോ, ശൂന്യതയിൽ നിന്ന്, ഒരു പദാർത്ഥത്തിൽ നിന്നോ വസ്തുവിൽ നിന്നോ അല്ല, ഉണ്ടായതിൽ നിന്നല്ല. എന്നാൽ തനിക്കിഷ്ടമുള്ളതെല്ലാം ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ചു എന്നതിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്നത്. ഇനി 396 ഖണ്ഡികയും കൂടി ഒന്നേ. ഇത് 396 അല്ലല്ലോ, 398, 396 അല്ല, 398 കേട്ടോ. ഇപ്പം നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ സൃഷ്ടിയുടെ ശൂന്യത എന്ന് പറയുമ്പോൾ പല അർത്ഥങ്ങളും അതിൽ വരുന്നുണ്ട് കേട്ടോ. പല അർത്ഥങ്ങളും വരുന്നുണ്ട്. അപ്പം അതിൻ്റെ ആദ്യത്തെ ഒരു അക്ഷരാർത്ഥമാണ് എന്ത്? ദൈവം ഈ കാണുന്നവയെല്ലാം ഇല്ലായ്മയിൽ നിന്നാണ് സൃഷ്ടിച്ചതെന്നുള്ളത്, ശൂന്യതയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. 398 ആദ്യ പാപത്തിൽ മനുഷ്യൻ തനിക്ക് തന്നെ ദൈവത്തെക്കാൾ പ്രാധാന്യം നൽകുകയും. ഇനി രണ്ടാമതൊരർത്ഥം കേട്ടോ, സൃഷ്ടിയുടെ ശൂന്യത എന്ന് പറയുമ്പോഴേ രണ്ടാമതൊരർത്ഥത്തിലേക്ക് നമ്മൾ കടക്കുന്നുണ്ട് ഇവിടെ. അത് ശ്രദ്ധിക്കണം കേട്ടോ, ശ്രദ്ധിക്കണേ. ആദ്യ പാപത്തിൽ മനുഷ്യൻ തനിക്ക് തന്നെ ദൈവത്തെക്കാൾ പ്രാധാന്യം നൽകുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്തു. കണ്ടോ, ഇപ്പം എന്ത് സംഭവിച്ചു? സൃഷ്ടി ശൂന്യതയുടെ അവസ്ഥയിലേക്ക് ആയോ ഇല്ലയോ? സൃഷ്ടിയുടെ ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്ക് സൃഷ്ടിയുടെ ശൂന്യത എന്ന് പറഞ്ഞാൽ എന്താണ്? ആധ്യാത്മിക അർത്ഥത്തിൽ, നമ്മളിപ്പോൾ അക്ഷരാർത്ഥത്തിലാണ്, നമ്മളെ സൃഷ്ടിച്ച അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ വായിച്ചത്. ഇപ്പം ഇവിടെ സൃഷ്ടാവിനെ സൃഷ്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് സൃഷ്ടിയുടെ എന്താകും? സൃഷ്ടാവിനെ സൃഷ്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയാൽ അത് സൃഷ്ടിയുടെ എന്താകും? മനസ്സിലാവുണ്ടോ? മനസ്സിലായോ? നമ്മളിപ്പോൾ ദൈവഹിതത്തിന്, അതിപ്പോൾ എന്ത് രീതിയാകാം, നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു അല്ലേ, നമ്മൾ ദൈവഹിതത്തിനെതിരായി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്തായി?
നമ്മൾ ദൈവത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ആ ഒന്നായിരിക്കണ ദൈവവും ഞാനും തമ്മിൽ ഒന്നായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നമ്മൾ വിച്ഛേദിക്കപ്പെടുകയാണ്. അതിനെന്താ പറയുക? നിങ്ങളൊന്ന് പറഞ്ഞാൽ അതിനെന്ത് പറയും? ആ വിച്ഛേദിക്കപ്പെട്ട അവസ്ഥയെ എന്ത് പറയും? മനസ്സിലാവുണ്ടോ? സൃഷ്ടിയുടെ ശൂന്യത മറ്റൊരർത്ഥം ഇവിടെ നമുക്ക് കാണാൻ പറ്റുകയാണ്. മനസ്സിലാവുണ്ടോ? ആദ്യ പാപത്തിൽ മനുഷ്യൻ തനിക്ക് തന്നെ ദൈവത്തെക്കാൾ പ്രാധാന്യം നൽകുകയും ദൈവത്തെ നിന്ദിക്കുകയും ചെയ്തു. ദൈവത്തിനെതിരായി ദൈവത്തെക്കാൾ ശ്രേഷ്ഠനായി അവൻ സ്വയം തിരഞ്ഞെടുത്തു. കണ്ടോ? സൃഷ്ടാവില്ലാതെ സൃഷ്ടിക്ക് എന്തെങ്കിലും ആകാൻ പറ്റുമോ? എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഉണ്ടോ? ദൈവത്തിനെതിരായി ദൈവത്തെക്കാൾ ശ്രേഷ്ഠനായി അവൻ സ്വയം തിരഞ്ഞെടുത്തു. സൃഷ്ടി എന്ന നിലയിൽ തനിക്ക് നിരക്കാത്തതും തദ്വാര, അതായത് ആയതുകൊണ്ട് തൻ്റെ തന്നെ നന്മയ്ക്കെതിരായതും, കണ്ടോ, തൻ്റെ തന്നെ നന്മയ്ക്ക് എതിരായതും അവൻ ചെയ്തു. വിശുദ്ധിയുടെ അവസ്ഥയിൽ അവരോധിക്കപ്പെട്ട മനുഷ്യൻ, കണ്ടോ, വിശുദ്ധിയുടെ അവസ്ഥയിൽ, ഉത്ഭവവിശുദ്ധി, കണ്ടോ, വിശുദ്ധിയുടെ അവസ്ഥയിൽ അവരോധിക്കപ്പെട്ട മനുഷ്യൻ ദൈവമഹത്വത്തിൽ പൂർണ്ണമായി ദൈവികനാക്കപ്പെടുവാൻ നിയോഗിക്കപ്പെട്ടിരുന്നു. എന്നാൽ പിശാചിനാൽ പ്രലോഭിതനായ അവൻ ദൈവത്തെ കൂടാതെ ദൈവസമക്ഷം ദൈവഹിതത്തിന് വിരുദ്ധമായി, കണ്ടോ, ദൈവത്തെ കൂടാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിനെതിരായി, അതായത് ദൈവഹിതത്തിനെതിരായി വിരുദ്ധമായി ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു. ഇതല്ലേ ശരിക്ക് സൃഷ്ടിയുടെ ശൂന്യത ആധ്യാത്മിക അർത്ഥത്തിൽ ശരിക്ക് നോക്കുകയാണെങ്കിൽ? ആണോ അല്ലയോ? ഇതല്ലേ ഏറ്റവും വലിയ ശൂന്യത. ഇനിയുണ്ട് അർത്ഥങ്ങൾ, ഇനിയും ഒരുപാട് അവിടെ വരും. മനസ്സിലായോ? അക്ഷരാർത്ഥത്തിൽ നമ്മളെ ശൂന്യതാവസ്ഥയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചു. പക്ഷെ അതിൻ്റെ ആ ഒരു ആധ്യാത്മിക അവസ്ഥ നമ്മൾ ശൂന്യനാക്കപ്പെടുന്നത് എപ്പോഴാണ്? നമ്മുടെ ആത്മാവും നമ്മുടെ ബോഡിയെല്ലാം ഇവിടെ തന്നെയുണ്ട്, നമുക്ക് ജീവനുണ്ട്. പക്ഷെ നമ്മൾ ശൂന്യമായൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ അതെപ്പോഴാണ്? അതിൻ്റെ അവസ്ഥ എപ്പോഴാണത്? അതാണ് ദൈവത്തിനെതിരായി, ദൈവത്തെ കൂടാതെ ദൈവമാകാൻ നമ്മൾ ശ്രമിക്കുന്ന ചില പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുമ്പോഴാണ്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? കടുകട്ടിയാണുണ്ടോ? ഇനി അങ്ങോട്ട് തന്നെ വരാം. 2097 തന്നെ വരാം. 2097 തന്നെ വരാം. 2097 തന്നെ വരാം. അപ്പോൾ അതിനു മുമ്പ് ഒന്നും കൂടി വായിക്കാം. 2097 വന്നിട്ട് മറ്റൊരു കാര്യം കൂടി ഇതാക്കാം. ഞാൻ ഒന്നും കൂടി അത് വായിക്കട്ടെ. ദൈവത്തെ ആരാധിക്കുക എന്നത്, കണ്ടോ, ദൈവത്തിൽ നിന്നല്ലാതെ അസ്തിത്വമില്ല. അതൊരു ഇതായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം അത് കൂട്ടി വായിക്കാതെ ഞാൻ എന്ത് ചെയ്തു? ദൈവത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ വിധേയത്വത്തോടും കൂടെ അംഗീകരിക്കുക എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഓരോ ദൈവാലയത്തിലും ഞാൻ എല്ലാ ദിവസവും ഇങ്ങനെ കടന്നു ചെല്ലുമ്പോഴേ, അല്ലെങ്കിൽ ഞാൻ മുട്ടുകുത്തുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും. എന്ത് പറയും? കർത്താവേ, ഇതാ ഈ ലോകത്തിലെ ഏറ്റവും, ഞാൻ മുട്ടുകുത്തുമ്പേ ഞാൻ ഇങ്ങനെ പറയും. എന്ത് പറയും? കർത്താവേ, ഇതാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി ഞാൻ വന്നിരിക്കുന്നു നിൻ്റെ മുമ്പിൽ. ഞാൻ ഇങ്ങനെ പറയും. ഇങ്ങനെ ഹൃദയത്തിൽ ഞാൻ ഇങ്ങനെ പറയും. എന്ത് പറയും? ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപി. എന്നിട്ട് ഞാൻ പറയും, ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ് ഞാനെങ്കിലും ഞാൻ നിൻ്റെ മകനാണ്. മനസ്സിലായി? ഞാൻ നിൻ്റെ മകനാണ്. അപ്പോൾ സൃഷ്ടിയുടെ ശൂന്യത
നമ്മൾ തന്നെ ആദ്യം മനസ്സിലാക്കണം, നമ്മളിൽ നിന്ന് സൃഷ്ടാവിനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരു അവസ്ഥയിലും നമ്മൾക്ക് മുന്നോട്ട് നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിലോ ആധ്യാത്മിക ജീവിതത്തിലോ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരുപക്ഷെ ഭൗതിക ജീവിതത്തിൽ കുറച്ചൊക്കെ നമ്മുടെ കാര്യവും കഴിവും കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമായിരിക്കും. എത്രത്തോളം? അപ്പോൾ ദൈവത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ വിധേയത്തോടും. കാരണം എന്താണ് സൃഷ്ടിയുടെ ശൂന്യത? ഞാനൊരു പാപിയാണല്ലോ, അല്ലേ? ഞാൻ പാപിയല്ലേ? ആണോ ഇല്ലയോ? ഫ്രാൻസിസ് മാർപ്പാപ്പ തന്നെയും പറഞ്ഞു. എന്ത് പറഞ്ഞു? ഞാൻ ഒരു പാപിയാണ്, അതുകൊണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആരാ പറഞ്ഞത്? കത്തോലിക്ക സഭയുടെ അല്ലേ ശ്രേഷ്ഠനായ തലവൻ എന്ത് പറഞ്ഞു? ഞാനൊരു പാപിയാണ്, ഞാനും നിങ്ങളെപ്പോലെ പാപിയാണ്, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് വേണം, നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ ഇങ്ങനെ പറഞ്ഞു. എന്ത് പറഞ്ഞു? അതും കൂടി ഞാനിങ്ങനെ പറയാം. അപ്പോൾ പൗലോസ് അപ്പസ്തോലൻ പറഞ്ഞു, ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ധ്യാനത്തിൽ തോമസ് പോൾ ഇങ്ങനെ പറയും. എന്ത് പറയും? അപ്പം ഞാൻ രണ്ടാമതേ ഉള്ളൂ എന്ന ആൾ പറയും. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു സ്വരം ഇതാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണ് എന്നുള്ളത്. പക്ഷെ ഞാൻ നിൻ്റെ മകനാണ് എന്നിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു സ്വരം ഇതാണ്. അപ്പം ഞാനും രണ്ടാം സ്ഥാനമാണല്ലോ, അല്ലേ? ആദ്യം പൗലോസ് അപ്പസ്തോലനല്ലേ ഒന്നാമത്തെ സ്ഥാനം പാപികളിൽ? അല്ല. മനസ്സിലായോ? പൗലോസ് അപ്പസ്തോലനല്ല ഒന്നാം സ്ഥാനം. കാരണം അവനിപ്പോൾ എവിടെയാണ്? അവൻ സ്വർഗത്തിലല്ലേ? അപ്പോൾ അവൻ വിശുദ്ധനായില്ലേ? അപ്പോൾ അവൻ പാപിയാണോ ഇപ്പം? മനസ്സിലായോ? അപ്പോൾ ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണെന്ന് പറയണതിൽ തർക്കമൊന്നുമില്ലല്ലോ. മനസ്സിലായോ? അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പോയിന്റ്. എവിടെ വായിച്ചു നിർത്തിയത് നമ്മൾ? നമ്മൾ ഒരു കാര്യം കൂടി പറയണ്ട. ദൈവത്തെ ആരാധിക്കുക എന്ന ദൈവത്തിൽ നിന്നല്ലാതെ അസ്തിത്വമില്ല. സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ വിധേയത്വത്തോടും കൂടെ അംഗീകരിക്കുക എന്നതാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി വേണമെങ്കിൽ ചേർത്ത് വെക്കാവുന്നതാണ്. നമ്മുടെ മുമ്പിൽ വരുന്ന നമ്മളെ പോലത്തെ സൃഷ്ടികളെ, അതായത് മറ്റൊരാളുടെ കുറവുകളുണ്ടല്ലോ, മറ്റൊരാളുടെ കുറവ്, ദൂഷ്യഫലങ്ങൾ, ആദരവോടുകൂടിയും പൂർണ്ണ വിധേയത്വത്തോടു കൂടിയൊക്കെ അതിനെ സ്വീകരിക്കണതും ഈ സൃഷ്ടിയുടെ ശൂന്യതയെ ഈ വാക്കിൻ്റെ അർത്ഥത്തിൽ വരുന്നതാണത്. ഇനി സൃഷ്ടിയുടെ ശൂന്യതയെക്കുറിച്ച് ഒരു കാര്യം കൂടി പറയാനാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ മെയിൻ ഒരു കാതലായ സുവിശേഷ ഭാഗം അവിടെ ഉണ്ട്. എന്തെന്നാണത്? യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ എന്തെന്നും പറഞ്ഞാൽ തുടങ്ങണത്? മുന്തിരിച്ചെടിയും ശാഖകളും, അല്ലേ? അപ്പം ഞാൻ വായിക്കാം, 2-3-4 വചനങ്ങൾ വായിച്ചിട്ട് അതിൽ പ്രധാനപ്പെട്ട 1-2 പോയിന്റുകളുണ്ട്. അപ്പോൾ സൃഷ്ടിയുടെ ശൂന്യതയാണ് കേട്ടോ ഇവിടെ വിഷയം. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു. എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ, ഇനി ശ്രദ്ധിക്കണം കേട്ടോ, ഇനി ശ്രദ്ധിക്കണേ, മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. മനസ്സിലായോ എന്തെന്നാണ് പറഞ്ഞത്?
മുന്തിരിച്ചെടിയിൽ നിൽക്കാതെ ശാഖയ്ക്ക് സ്വയമേവ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കാത്തതുപോലെ എന്നിൽ വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കും സാധിക്കുകയില്ല. ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്. ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലം പുറപ്പെടുവിക്കുന്നു. എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. ഇതാണ് സൃഷ്ടിയുടെ ശൂന്യത. കണ്ടോ? എന്താണ്? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. മനസ്സിലായോ? അതാണ് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ ദൈവത്തെ, നമ്മുടെ സൃഷ്ടാവായ നമ്മുടെ കർത്താവിനെ മാറ്റി നിർത്തുമ്പോൾ ഉണ്ടായേക്കാവുന്ന ഭയാനകമായ അവസ്ഥകൾ. അതാണ് സൃഷ്ടിയുടെ ശൂന്യതയുടെ ഒരു അർത്ഥതലം. അപ്പോൾ പല അർത്ഥതലങ്ങൾ അതിൽ വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഇങ്ങനെ പറഞ്ഞൊന്നും തരാനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല. പക്ഷെ എന്നിരുന്നാലും ഞാൻ എൻ്റെ ആ ഒരു ഇതിൽ നിന്ന് ഞാനത് പറയാൻ ശ്രമിച്ചതാണ്. ഞാൻ ഒന്നും കൂടി അത് വായിക്കട്ടെ. 2097. ദൈവത്തെ ആരാധിക്കുക എന്നത് ദൈവത്തിൽ നിന്നല്ലാതെ അസ്തിത്വമില്ല. ദൈവത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ വിധേയത്വത്തോടും കൂടെ അംഗീകരിക്കുക എന്നതാണ്. അപ്പോൾ അത് എത്രാമത്തെയായി? 3, 4. ഇത് 5-ാമത്തെ ആണ് കേട്ടോ. 5-ാമത്തെ നിർവചനമല്ലേ? ആരാധനയെക്കുറിച്ചുള്ള 5-ാമത്തെ നിർവചനം എന്താണ്? ദൈവത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. എന്നാൽ മറ്റുള്ളതെല്ലാം പ്രധാനം അല്ലെന്നല്ല. ഇതും വളരെ പ്രധാനപ്പെട്ടതല്ലേ? കണ്ടോ? ദൈവത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടിയുടെ ശൂന്യതയെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ വാക്കി പറഞ്ഞാൽ നമ്മൾ ആദ്യം തുടങ്ങിയെടുത്ത് ചെല്ലേണ്ടി വരും. ആദ്യം തുടങ്ങിയത് എന്തെന്നാ? 2628 എന്താ പറഞ്ഞ? സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുൻപിൽ താൻ ഒരു സൃഷ്ടിയാണ് എന്ന അംഗീകരിക്കുന്ന മനുഷ്യൻ്റെ പ്രാഥമിക മനോഭാവമാണ് ആരാധന. സൃഷ്ടിയാണ്. അതാണ് സൃഷ്ടിയുടെ ശൂന്യത. താനൊരു സൃഷ്ടിയാണ്. മനസ്സിലായോ? ദൈവത്തെ ആരാധിക്കുക എന്നത് സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ വിധേയത്വത്തോടും കൂടെ അംഗീകരിക്കുക എന്നതാണ്. കണ്ടോ? അത് അംഗീകരിക്കണം. നമ്മൾ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. അത് 4-ാമത്തെ പോയിന്റ് കേട്ടോ. ഇനി 5-ാമത്തതിലേക്ക് കിടക്കാണ്. ഇല്ലല്ലോ, 3, 4, 5 ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ, ശരിയല്ലേ? 5-ാമത്തെ പോയിന്റാണ് കേട്ടോ. 5. ഇനി 6-ാമത്തെ പോയിന്റ് എന്താണ്? ദൈവത്തെ ആരാധിക്കുക എന്നത് മറിയം സ്തോത്രഗീതത്തിൽ ചെയ്തതുപോലെ അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്തുവെന്നും അവിടുത്തെ നാമം വിശുദ്ധമാണെന്നും നന്ദിയോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും തന്നെ വിനീതനാക്കുകയും ചെയ്യുക എന്നതാണ്. അപ്പോൾ എത്രാമത്തെ? 3, 4, 5, 6-ാമത്തെ നിർവചനമാണ് ഇപ്പോൾ കേട്ടത്. എന്തൊക്കെയായിരുന്നു അതിൽ? ദൈവത്തെ ആരാധിക്കുക എന്നത് മറിയം സ്തോത്രഗീതത്തിൽ ചെയ്തതുപോലെ അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്തുവെന്നും അവിടുത്തെ നാമം വിശുദ്ധമാണെന്നും നന്ദിയോടെ ഏറ്റുപറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇനി എന്നിട്ട് പിന്നെ 3 പോയിന്റ് പറഞ്ഞു വെക്കാൻ കേട്ടോ. അതെ, ഇനി ശ്രദ്ധിച്ചോ. ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും തന്നെ വിനീതനാക്കുകയും ചെയ്യുക എന്നതാണ്. കണ്ടോ? അവിടുത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും എന്നെ തന്നെ അല്ലെങ്കിൽ നമ്മളെ തന്നെ വിനീതനാക്കുകയും ചെയ്യുക എന്നതാണ്. അതാണല്ലോ മാതാവ് ചെയ്തത്. എന്താ മാതാവ് ചെയ്തത്? ഗബ്രിയേൽ മാലാഖ വന്നപ്പോൾ മാതാവ് എന്താ ചെയ്തത് അല്ലേ? ആ സംഭാഷണത്തിനൊക്കെ ശേഷം അവസാനം ടോപ്പിക്കാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. അതാണ് തന്നെ വിനീതനാക്കുക എന്ന് പറയുമ്പോൾ. അപ്പോൾ 6-ാമത്തെ പോയിന്റ് കിട്ടി, നിർവചനം കിട്ടി. ഇനി 7-ാമത്തെ നിർവചനം എന്താണ് ആരാധനയെക്കുറിച്ച്? ഏക ദൈവത്തിന് നൽകുന്ന ആരാധന മനുഷ്യനെ സ്വയോന്മുഖനാക്കുന്നതിൽ നിന്നും. ഈ സ്വയോന്മുഖനാക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് അർത്ഥം കിട്ടിയിട്ടില്ല. എന്നാലും ഞാനിപ്പോൾ റോസായിട്ട് അവൾ പറഞ്ഞ് അത് വെച്ച് ഞാൻ ഇങ്ങനൊരു വാക്ക് ഉപയോഗിച്ചായിരുന്നു. അത് ശരിയാണെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നെ കേട്ടോ. അത് സ്വയോന്മുഖം എന്ന് പറഞ്ഞാൽ തന്നിൽ തന്നെ ആശ്രയിക്കുക, അങ്ങനൊരു അർത്ഥം വരുമോ അതിൽ?
സ്വയോന്മുഖമാക്കി. ഇംഗ്ലീഷ് CCCയിൽ അത് അവൾ നോക്കിയപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് അവളൊന്ന് പറഞ്ഞു, പക്ഷെ അതെനിക്കിപ്പോൾ മറന്നുപോയി. സ്വയോന്മുഖം. എന്തായാലും ഞാനത് വായിക്കാം, നിങ്ങളാ നോക്കിക്കോ. ഏകദൈവത്തിന് നൽകുന്ന ആരാധന മനുഷ്യനെ സ്വയോന്മുഖമാക്കുന്നതിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ലോകത്തിൻ്റെ വിഗ്രഹാരാധനയിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു. അതുകൊണ്ട് അവിടെ 3 പോയിന്റ് പറഞ്ഞിരിക്കുകയാണ്. ആരാധനയെക്കുറിച്ചുള്ള നിർവചനത്തിൻ്റെ 7ാമത്തെ പോയിന്റിൽ 3 പോയിന്റുകൾ വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. എന്തൊക്കെയാണ്? ഏകദൈവത്തിന് നൽകുന്ന ആരാധന മനുഷ്യനെ സ്വയോന്മുഖനാക്കുന്നതിൽ നിന്നും, 2ാമത്തത് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും, 3ാമത്തത് ലോകത്തിൻ്റെ വിഗ്രഹാരാധനയിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു. എന്താണ് വിഗ്രഹാരാധന? പഴയ ആൾക്കാർ പറയരുത്, പഴയ ആൾക്കാർക്കറിയാം. പുതിയ ആൾക്കാരെന്ന് പറഞ്ഞേ, എന്താണ് വിഗ്രഹാരാധന? ഈ സ്വയോന്മുഖം എന്നുള്ള വാക്കിന് അർത്ഥം ഒന്ന് കണ്ടുപിടിച്ചോട്ടോ. മറ്റേ പുതിയ ആൾക്കാർ എന്ന് പറഞ്ഞ് എന്താണ് വിഗ്രഹാരാധന? നമ്മൾ ഈ കുറേ പ്രതിമകളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ആരാധിക്കുന്നുണ്ടെന്ന് പറയണം. അപ്പോൾ അതാണോ വിഗ്രഹാരാധന? എന്താണ് യഥാർത്ഥത്തിലുള്ള വിഗ്രഹാരാധന? വിഗ്രഹത്തെ വെച്ചിട്ട് ആരാധിക്കുന്നുണ്ടെങ്കിൽ അതും വിഗ്രഹാരാധനയാണ്. പക്ഷേ ഏറ്റവും അതിൻ്റെ പ്രധാനപ്പെട്ട കാതലായ ഭാഗം എന്താ? വിഗ്രഹാരാധന പ്രധാനപ്പെട്ട കാതലായ ഒരു അപ്പം അതിനെ ഞാൻ ഒന്നും കൂടി പറയാം. അത് കറക്റ്റാണത്. അപ്പം ഞാനിങ്ങനെ പറയും അതിനെ. അതായത് എന്താണ്? ഞാനത് മറന്നുപോയല്ലോ. അതെന്തായിരുന്നു? അതായത് ദൈവത്തിനെതിരായി, ദൈവഹിതത്തിനെതിരായി എൻ്റെ ഹൃദയത്തിൽ വരുന്ന എന്ത് കാര്യവും എന്താണ്? ദൈവഹിതത്തിനെതിരായി എൻ്റെ ഹൃദയത്തിൽ വരുന്ന എന്ത് കാര്യവും വിഗ്രഹാരാധനയാണ്. ദൈവഹിതത്തിനെതിരായി എൻ്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന എന്ത് കാര്യവും, അത് വസ്തുവകകളാകാം, വ്യക്തികളാകാം, മറ്റു കാര്യങ്ങളാവാം. അപ്പം ദൈവഹിതത്തിനെതിരായി എൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന എന്ത് കാര്യവും, അത് ആഗ്രഹങ്ങളാവാം, അതെല്ലാം എന്താണ്? വിഗ്രഹാരാധനയാണ് എന്ന് പറഞ്ഞാൽ നുണയാവില്ല. ഇപ്പം ഞാനൊന്നും കൂടി 2097 ഒന്നും കൂടി വായിക്കട്ടെ. ദൈവത്തെ ആരാധിക്കുക എന്നത് ദൈവത്തിൽ നിന്നല്ലാതെ അസ്തിത്വമില്ല. സൃഷ്ടിയുടെ ശൂന്യതയെ ആദരവോടും പൂർണ്ണ വിധേയത്വത്തോടും കൂടെ അംഗീകരിക്കുക എന്നതാണ്. ദൈവത്തെ ആരാധിക്കുക എന്നത് മറിയം സ്തോത്രഗീതത്തിൽ ചെയ്തതുപോലെ അവിടുന്ന് വലിയ കാര്യങ്ങൾ ചെയ്തുവെന്നും അവിടുത്തെ നാമം വിശുദ്ധമാണെന്നും നന്ദിയോടെ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ പുകഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും തന്നെ വിനീതനാക്കുകയും ചെയ്യുക എന്നതാണ്. ഏകദൈവത്തിന് നൽകുന്ന ആരാധന മനുഷ്യനെ സ്വയോന്മുഖമാക്കുന്നതിൽ നിന്നും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും ലോകത്തിൻ്റെ വിഗ്രഹാരാധനയിൽ നിന്നും സ്വതന്ത്രനാക്കുന്നു. ആമേൻ. ഒന്ന് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, പ്രൈസ് യു ലോർഡ്, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്, പ്രൈസ് യു ജീസസ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.